എൻ്റെ പേര് കൃപ റോസ് എന്നാണ്. വരുന്നത് പഴങ്ങനാട് കിഴക്കമ്പലം. ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എന്ന് വെച്ചാൽ ആദ്യമേ തന്നെ മാതാവിനോട് ഞാൻ മാപ്പ് പറയാണ്. 2018 എൻ്റെ മമ്മി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുമ്പോൾ ഞാനും എൻ്റെ ബ്രദറും പരിഹസിച്ചിട്ടുണ്ട്. മമ്മി പുതിയ സ്ഥലം കണ്ടുപിടിച്ചു, കാരണം കുഞ്ഞിലേ തൊട്ട് എല്ലാ ധ്യാന കേന്ദ്രങ്ങളിലും കൊണ്ടു നടന്ന് വളർത്തിയതാണ് ഞങ്ങളെ. അപ്പോൾ ഞങ്ങൾ എല്ലാം കഴിഞ്ഞപ്പോൾ മമ്മി പുതിയൊരു സ്ഥലം കണ്ടുപിടിച്ചു എന്നും പറഞ്ഞുകൊണ്ട് മമ്മീനെ ഞാൻ പരിഹസിക്കുകയുണ്ടായി. പിന്നീട് മമ്മി ആ തൈലം വെച്ചിട്ട് എൻ്റെ മൂക്കിലൊരു ശ്വാസമുട്ടൽ 3 മാസത്തോളം ഉണ്ടായി. പ്രഗ്നൻ്റ് ആയ സമയത്ത് ഉണ്ടായപ്പോൾ മമ്മി വിശ്വാസപ്രമാണം ചൊല്ലി എനിക്ക് തൈലം പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അതെനിക്ക് പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ടു. അതിനുശേഷമാണ് ഞാൻ കൃപാസന മാതാവിനെ പ്രാർത്ഥിക്കാനും വിശ്വസിക്കാനും തുടങ്ങിയത്. ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം, ഞാൻ കഴിഞ്ഞ നവംബറിൽ ഡ്രൈവിംഗ് പഠിക്കാനായിട്ട് പോയിരുന്നു. ജാനുവരി 24 8 എടുക്കുന്ന സമയത്ത് ഞാൻ വണ്ടി ഓഫായ വണ്ടി പെട്ടെന്ന് മറിഞ്ഞ് എൻ്റെ കൈ സ്ലിപ്പായി വീണ് എൽബോ ഡിസ്ലൊക്കേറ്റഡ് ആയി. അപ്പോൾ എൻ്റെ മൂന്നാമത്തെ കുഞ്ഞിന് 3 കുട്ടികളുണ്ട് എനിക്ക്. മൂന്നാമത്തെ കുഞ്ഞിന് 6 മാസം പ്രായമുള്ള ഒരു സമയത്താണ് എൻ്റെ കൈ പ്ലാസ്റ്റർ ഇടേണ്ടി വരുന്നത്. അപ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. വീട്ടിലെല്ലാവരും എനിക്ക് മക്കളെ നോക്കുന്ന കാര്യത്തിലാണെങ്കിലും ഫീഡ് ചെയ്യാൻ പോലും ബുദ്ധിമുട്ടുന്നൊരു സമയത്ത് അപ്പോഴും ഞാൻ പരാതിയൊന്നും പറഞ്ഞില്ല. പക്ഷേ അതിൻ്റെ ഇടയിൽ എൻ്റെ കുഞ്ഞിനെ പനിക്കാൻ തുടങ്ങി. രാത്രി 9 മണിക്ക് പനിച്ചു, മരുന്ന് കൊടുത്തു. 10 മണിയായിട്ടും പനി കുറയുന്നില്ല, എല്ലാവരും ഉറങ്ങി. അപ്പോൾ ഓൾറെഡി മമ്മിയൊക്കെ വളരെ ടയേർഡായിട്ടാണ് മക്കളുടെ കാര്യവും വീട്ടിലെ പണിയൊക്കെ നോക്കി കിടക്കുന്നത്. അപ്പോൾ എനിക്ക് അവരെ വിളിച്ച് ശല്യം ചെയ്യാൻ പറ്റില്ല. എൻ്റെ കൈ വയ്യാത്തതുകൊണ്ട് എനിക്ക് കുഞ്ഞിനെ എടുക്കാനും പറ്റുന്നില്ല. എനിക്ക് വല്ലാത്തൊരു വിഷമമുള്ളൊരു സമയമായി. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. ഞാൻ അന്ന് തൊട്ട് 2019 തൊട്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഉടമ്പടി എടുക്കാൻ ഞാൻ തയ്യാറായിരുന്നില്ല. അപ്പോൾ ഞാൻ ആ സമയത്ത് ഉപ്പ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഉപ്പ് ഞാൻ വേഗം വെള്ളത്തിൽ ഇട്ടിട്ട് ആ തുണി കൊണ്ട് അവനെ തുടച്ചു. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് എൻ്റെ കുഞ്ഞിന് സൗഖ്യം കിട്ടുകയാണെങ്കിൽ ഞാൻ വന്ന് ഉടമ്പടി എടുത്തോളാം. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് 100.3 ഡിഗ്രി പനിയുണ്ടായ കൊച്ച് 1.5 മണിക്കൂറായിട്ടും കുറയാതെ കൂടിക്കൊണ്ടിരുന്ന ടെമ്പറേച്ചർ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കുറയാൻ തുടങ്ങി. 99 അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് തോന്നണതായിരിക്കും. ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും നോക്കി, പിന്നെ കുഞ്ഞിന് പനിച്ചില്ല. ആ ഒരു പനി പിന്നെ അവന് ഉണ്ടായിട്ടേ ഇല്ല. പിറ്റേ ദിവസം എല്ലാവരും ചോദിച്ചു മരുന്ന് കൊടുത്തോ, കുഞ്ഞിന് പനിക്കുണ്ടോ? അപ്പോൾ ഞാൻ പറയും ഇങ്ങനൊരു സംഭവം ഉണ്ടായി. അങ്ങനെ പ്ലാസ്റ്റർ വിട്ട് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തതിൻ്റെ ആദ്യ നിയോഗം എൻ്റെ കൈ ഒടിഞ്ഞ കാരണം എനിക്ക് രണ്ടാമത് പഠിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഒരു ലൈസൻസ് എടുക്കാൻ പറ്റുമോ എന്ന് കൺഫ്യൂഷനായിരുന്നു, ഭയമായിരുന്നു, പേടിയുണ്ട്. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്ന് സ്റ്റെപ്പിൽ, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, സ്റ്റെപ്പിൽ കാലെടുത്ത് വയ്ക്കുമ്പോൾ ആദ്യത്തെ കോൾ വരുന്നത് ഡ്രൈവിംഗ് സ്കൂളിൽ നിന്നാണ്. ടെസ്റ്റ് നിയമം മാറാണ്, ഇത്രയും പെട്ടെന്ന് ടെസ്റ്റ് എടുക്കാൻ നിങ്ങൾക്ക് തയ്യാറാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എടുത്തോളാൻ പറഞ്ഞു. എനിക്കറിയില്ല വണ്ടി ഓൺ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഇനി ഓടിക്കാൻ പറ്റുമോ ഒന്നും അറിയില്ലായിരുന്നു. ഞാൻ ആ ഒരു ധൈര്യത്തിൽ അങ്ങനെ എടുത്തോളാൻ പറഞ്ഞു. അപ്പോഴും ഡേറ്റിന് വളരെ ബുദ്ധിമുട്ടായി. ഞാൻ കാശ് രൂപയൊക്കെ വെച്ച് രണ്ടാമത് പഠിക്കാൻ തുടങ്ങി. 2-3 പ്രാവശ്യം വീണു, കൈക്ക് നല്ല വേദനയുണ്ട്. എന്നാലും ഞാൻ പഠിച്ചു. പക്ഷേ മെയ്യിൽ ഇത് മാറും, ലേണേഴ്സിൻ്റെ കാലാവധി മെയ് മാസം തീരുകയും ചെയ്യും. മെയ് 1 നിയമങ്ങളെല്ലാം മാറാം. അപ്പോൾ ആ ഒരു ടെൻഷൻ, ഡേറ്റ് കിട്ടുന്നില്ല. അവസാനം പറഞ്ഞു നിങ്ങൾക്ക് ഡേറ്റ് കിട്ടുന്നില്ല, സ്ലോട്ട് കിട്ടുന്നില്ല, എങ്ങനെ വന്നാലും ചിലപ്പോൾ മെയിലേക്കാവും, നിയമങ്ങൾ മാറുകയും ചെയ്യും, എന്താവും എന്നറിയില്ല. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് കാശ് രൂപം കൈവരിച്ച് പ്രാർത്ഥിച്ച് അവസാനത്തെ സ്ലോട്ടിൽ എനിക്ക് ഏപ്രിൽ 30 ഡേറ്റ് കിട്ടി. ഞാൻ അവിടെ ടെസ്റ്റിന് ചെല്ലുന്ന സമയത്ത് ഞാനാണ് ലാസ്റ്റത്തെ ആൾ. പിറ്റേ ദിവസം തുടങ്ങി എല്ലാ സ്കൂളുകളും അടക്കി ടെസ്റ്റ് എല്ലാം നിർത്തലാക്കി സമരത്തിലേക്ക് പോവുകയും ചെയ്തു. ഞാൻ ടെസ്റ്റ് പാസ്സായി. വളരെ ബുദ്ധിമുട്ടോട് കൂടിയിട്ടാണ് ഞാനത് ട്രൈ ചെയ്തത്. അവിടെ ചെന്ന് ട്രയലിന് ചെല്ലുമ്പോഴും കാല് കുത്തി പോകുമായിരുന്നു. അപ്പോൾ ഞാൻ കൂടെയുള്ള ചേച്ചിമാരോട് പറയും, മാതാവിൻ്റെ കാശ് രൂപം കാണിച്ചിട്ട് പറയും എൻ്റെ കഴിവോട് കിട്ടില്ല, എനിക്ക് എൻ്റെ അമ്മ തരാണെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. ഞാൻ അവിടെയുള്ള ചേച്ചിമാരെല്ലാവരെയും കാശ് രൂപം തൊട്ട് മുത്തിച്ചു. ഞങ്ങളെല്ലാവരും പാസ്സാവുകയും ചെയ്തു. അതാണ് എൻ്റെ ആദ്യത്തെ അനുഗ്രഹം. 7 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. എനിക്ക് രണ്ടാമത്തെ നിയോഗം എന്ന് പറയുന്നത് ജോലിക്ക് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ 7 വർഷം കഴിഞ്ഞിട്ട് ഞാനൊരു അനിമേറ്ററാണ്. അനിമേഷൻ പഠിച്ച ഒരാൾക്ക് അറിയാം, വരയ്ക്കാനും എടുക്കാനും എല്ലാത്തിനും കഴിവ് വേണം. സോഫ്റ്റ്വെയർസ് അപ്ഡേറ്റഡ് ആണ്. അപ്പോൾ നമുക്കിതൊന്നും രണ്ടാമത് ട്രൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ജോലി വെച്ചപ്പോൾ ഞാൻ പഠിച്ചത് പറ്റില്ല എന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ട് എന്തെങ്കിലും ജോബ് വേണമെന്നേ ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ. മക്കളുടെ കാര്യങ്ങൾ നോക്കാൻ പറ്റുന്ന രീതിയിൽ, ട്രാവലിംഗ് കാര്യങ്ങളെല്ലാം റെഡിയാക്കുന്ന രീതിയിൽ ജോലി വേണം. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് റെസ്യൂമെല്ലാം റെഡിയാക്കി ഞാൻ ജോബ് കൺസൾട്ടൻസിയിൽ കൊടുക്കുന്ന സമയത്ത് അതിൽ ഫോൺ നമ്പർ തെറ്റി കിടക്കണു. അപ്പം രണ്ടാമത് DTP സെൻറ്ററിൽ പോയി ശരിയാക്കുന്ന സമയത്ത് അവിടെ ചെന്നപ്പം 2 സ്ഥലത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ളൂ. ഒരു 6 മാസം ഞാൻ വർക്ക് ചെയ്ത സ്ഥലത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ടില്ല. എന്നാൽ പിന്നെ അതും കൂടി കൊടുത്തേക്കാം എന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ എനിക്ക് ആ കമ്പനിയുടെ പേര് ഓർമ്മ വരുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ അവിടെ ഉണ്ടായ ഫ്രണ്ടിനെ വിളിച്ചിട്ട് പറഞ്ഞു, എടി ആ കമ്പനിയുടെ പേര് ഓർമ്മയില്ല, നീ ഒന്ന് പറഞ്ഞു തന്നെ, ഇത് റെസ്യൂമിൽ റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നീ ജോബ്
നോക്കുന്നുണ്ടോ, ഇവിടെ പുതിയ ആൾക്കാർ എടുക്കുന്നുണ്ട്, നീ സാറിനെ ഒന്ന് വിളിച്ച് നോക്കുക എന്ന് പറഞ്ഞു. ഞാൻ പറയാം എങ്ങനെ നോക്കാനോ, 7 വർഷം ഗ്യാപ്പ് വന്നില്ല, എനിക്ക് പറ്റില്ലല്ലോ, എന്നാലും നീ ട്രൈ ചെയ്യ്, സാറിനെ വിളിക്കുക എന്ന് പറഞ്ഞു. സാറിനെ വിളിച്ചു, സാറ് ഇൻ്റർവ്യൂവിന് വരാൻ പറഞ്ഞു. ഞാൻ സിസ്റ്റം തൊട്ടിട്ട് 7 വർഷമായി, ഓൺ ചെയ്യാനോ ഓഫ് ചെയ്യാൻ പോലും എനിക്ക് അറിയാൻ പാടില്ലാത്തൊരവസ്ഥയിലാണ്. ഞാൻ യൂട്യൂബിലൊക്കെ നോക്കുന്നുണ്ട്, നമുക്ക് എത്ര സോഫ്റ്റ്വെയർസ് അറിയെങ്കിലും ഷോർട്ട് കീസ് കാര്യങ്ങളെല്ലാം ഓർമ്മ വേണം, ഒരു കാര്യം ഓർമ്മയില്ല. ഞാൻ എന്നാലും വരാം, ഞാൻ ട്രൈ ചെയ്ത് പഠിച്ചു എന്നൊക്കെ ചോദിച്ചു. ഞാൻ പഠിച്ചു എന്ന് പറഞ്ഞു. അവരൊരു ഡേറ്റ് പറഞ്ഞു, ഞാൻ ചെന്നു. ഞാൻ അപ്പോഴും പറഞ്ഞു എൻ്റെ കഴിവുകൊണ്ട് കിട്ടില്ല, മാതാവ് തരണമെങ്കിൽ തരട്ടെ, അല്ലെങ്കിൽ പോട്ടെ എന്ന് പറഞ്ഞ് അവിടെ ചെന്ന് ഞാൻ സിസ്റ്റം ഓൺ ചെയ്ത് കഴിയുമ്പോൾ സോഫ്റ്റ്വെയർസിൻ്റെ കളർ വരെ മാറി, ഏതാണെന്ന് പോലും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഞാനതെല്ലാം ഓൺ ചെയ്തു, അവരെനിക്ക് വർക്ക് തന്നു. ഞാനിത് നോക്കിയിട്ട് എനിക്ക് എന്താണ് എങ്ങനെയാണെന്ന് ഒന്നും അറിയില്ല. ഞാനിതിങ്ങനെ ചെയ്ത് തുടങ്ങിയ സമയത്ത് എനിക്ക് ഓട്ടോമാറ്റിക്കലി QR, ഞങ്ങളുടെ ഓരോ ഷോർട്ട് കീസാണ് ഇതൊക്കെ വരുന്നത്. അപ്പോൾ Q എന്താണെന്ന് നോക്കിയിട്ട് ഞാൻ Q പ്രസ് ചെയ്യുമ്പോൾ ഓ ഇതാണല്ലോ ഈ ടൂള് എന്നൊക്കെ ഓർമ്മ വന്നിട്ട് ഞാൻ ആ ഒരു വർക്ക് 1.5 മണിക്കൂർ, അരമണിക്കൂറിന് ചെയ്യേണ്ട വർക്ക് 1.5 മണിക്കൂർ കൊണ്ട് ചെയ്ത് ഞാൻ തീർത്തു. എനിക്ക് ജോബ് കിട്ടി, ഇൻഫോ പാർക്കിൽ ജോബ് കിട്ടി. ഞാനിപ്പോൾ 2.5 മാസമായി ഞാൻ ജോബിന് പോകുന്നു. അതും ട്രാവലിംഗ് ഞാൻ പറഞ്ഞ ഒരു കാര്യം അമ്മ എനിക്ക് ശരിയാക്കി 15 മിനിറ്റ് 20 മിനിറ്റേ ഉള്ളൂ എനിക്ക് വീട്ടിൽ നിന്ന് പോകാനായിട്ട്. തിരിച്ച് എൻ്റെ അടുത്തുള്ള വീട്ടിലെ ചേട്ടനാണ് അവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ആ ചേട്ടൻ്റെ കൂടെ തിരിച്ചു വരാനും പറ്റുന്ന രീതിയിൽ എനിക്ക് ഒരുക്കി തന്നു. എല്ലാ അനുഗ്രഹവും നൽകിയ ദൈവത്തിനും മാതാവിനും 1000 നന്ദി. പിന്നെ കാരുണ്യ പ്രവർത്തനങ്ങൾ, ഞങ്ങൾ ചപ്പാത്തി ഫുഡൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ ആലുവ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെയെല്ലാം ഒക്കെ കൊടുക്കാറുണ്ട്. പിന്നെ പറ്റാവുന്ന പോലെയൊക്കെ എല്ലാവരെയും സഹായിക്കാറുണ്ട്. പാവപ്പെട്ട വീടുകളിലൊക്കെ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ നമ്മൾ തേടി പോകാറില്ല, ആരെങ്കിലുമൊക്കെ ആയിട്ട് വരാറുണ്ട്. അങ്ങനെ കുമ്പസാരം ഇതുവരെ മുടക്കിയിട്ടില്ല. 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കും. എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ മാത്രമാണ് കുമ്പസാരം. 1 ആഴ്ചയോ 2 ആഴ്ചയ്ക്ക് എങ്ങാനും അല്ല, എന്നാലും 3 മാസം 1 മാസത്തിനുള്ളിൽ എങ്ങനെ വന്നാലും കുമ്പസാരിക്കും. കുർബാന കുട്ടികൾക്ക് ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളിൽ മാത്രമാണ് എനിക്ക് പോകാൻ പറ്റാറുള്ളൂ. എന്നാലും മനഃപൂർവ്വമായിട്ട് ഞാൻ ഇതുവരെ കുമ്പസാര കുർബാനയോ ബൈബിൾ വായനയോ ഒന്നും ഞാൻ മുടക്കിയിട്ടില്ല. ആത്മീയൊരു ജീവിതം ആദ്യമേ തൊട്ട് ഉണ്ടെങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ ഈ ഓട്ടോമാറ്റിക്കലുള്ള പ്രെയറാണ്. എന്തെങ്കിലും സഹനം വന്നു കഴിഞ്ഞാൽ അപ്പോൾ പ്രാർത്ഥനയെ നിർത്തും. ടെൻഷനാണ്, ഭയങ്കര ടെൻഷൻ. പിള്ളേർക്ക് പനി വന്നാൽ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ അത് ഉൾക്കൊള്ളാൻ പ്രയാസമായിരുന്നു. ഉടമ്പടിയിൽ വന്നതിന് ശേഷമാണ് പ്രശ്നങ്ങൾ വരുമ്പോൾ ആദ്യം ടെൻഷൻ അടിക്കും. ഇപ്പോൾ 2 മാസമായിട്ട് എൻ്റെ മക്കൾ 3 വട്ടം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ആദ്യം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായപ്പോൾ ഞാൻ ടെൻഷനാണ്, അയ്യോ എന്ന് പറഞ്ഞ് കാലിട്ടടിക്കുകയായിരുന്നു. രണ്ടാമത്തെ പ്രശ്നം വന്നപ്പോൾ ഓക്കെ ഇത് കടന്നു പോകും എന്നുള്ളൊരു രീതിക്ക് ഞാൻ വന്നു. 3ാമത് കുട്ടി അഡ്മിറ്റായി കഴിഞ്ഞപ്പോൾ ഈ സിറ്റുവേഷൻ എങ്ങനെയെങ്കിലും കൈകാര്യം ചെയ്യാനായിട്ട് ഇത് നടത്തി ധൈര്യത്തോട് കൂടിയിട്ട് ഇതും ഞാൻ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കണമേ എന്നുള്ള രീതിയിൽ എൻ്റെ പ്രാർത്ഥന മാറാൻ തുടങ്ങി. ഈ പ്രശ്നങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ടല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത്. പ്രശ്നങ്ങൾ വരും, ആ പ്രശ്നങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണം, എങ്ങനെ ഞാനിത് തരണം ചെയ്യും, പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ തരണം ചെയ്യാനായിട്ടുള്ളൊരു ചിന്തയും പ്രാർത്ഥനയുടെ തലവും മാറി. അതുപോലെ തന്നെ മറ്റുള്ളവരോട് ക്ഷമിക്കാനൊക്കെ ഭയങ്കര പ്രയാസമായിരുന്നു. അതൊക്കെ ക്ഷമിക്കാൻ തുടങ്ങി. ഇപ്പോൾ മനഃപൂർവ്വമായിട്ടാണെങ്കിൽ പോലും എന്തെങ്കിലും ചെറിയൊരു വിഷയം വീടുകളിലുണ്ടെങ്കിൽ പെട്ടെന്ന് ദേഷ്യപ്പെടും. മക്കളോടും വീട്ടിലുള്ളവരോടും മാത്രമേ ഉള്ളൂ. പുറത്തുനിന്നുള്ള വൈരാഗ്യങ്ങളും കാര്യങ്ങളൊക്കെ കുറവായി. തിമോഥെയോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 1:14 കർത്താവിൻ്റെ കൃപ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടുമൊപ്പം എന്നിലേക്ക് കവിഞ്ഞൊഴുകി എന്ന് അപ്പസ്തോലൻ പറയുന്നുണ്ട്. കർത്താവിൻ്റെ കൃപ തന്നിലേക്കും തൻ്റെ കുടുംബത്തിലേക്കും നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന അനുഭവ സാക്ഷ്യങ്ങൾ ഇവിടെ പങ്കുവയ്ക്കുകയാണ് ഓരോ മക്കളും. അത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിൽ പുതുമ അല്ലെങ്കിൽ അവർക്കത് പ്രത്യേകിച്ച് അതിൽ ദൈവാനുഭവങ്ങൾ ആണോ എന്ന് ആർക്കെങ്കിലും ചിന്തിച്ചാൽ, അതായത് തൻ്റെ മകൻ്റെ പനിയുടെ കാര്യം, ആ പനി ആണ് ഈ മകളെ ഇവിടെ ഉടമ്പടി എടുക്കുവാനായിട്ട് കൊണ്ടുവന്നത്. തൻ്റെ അമ്മയെ കളിയാക്കി പറഞ്ഞ ഒരു സാഹചര്യത്തിൽ നിന്ന് പുതിയ ഒരു സ്ഥലം കൂടി അമ്മ കണ്ടുപിടിച്ചിരിക്കുകയാണെന്ന് തൻ്റെ അമ്മ ഉടമ്പടി എടുത്തപ്പോൾ അമ്മയെ അങ്ങനെ പറഞ്ഞ മകളാണ് ഇന്ന് ഇവിടെ വന്നതെന്ന് സാക്ഷ്യം പറയുക. അപ്പോൾ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയാറുണ്ട്, ഉടമ്പടി എടുക്കാൻ വരുന്നവരുടെ കൂടെ വരുന്നവർ അന്നേരം ആ സമയത്ത് അവർ ഉടമ്പടി എടുക്കില്ല, എന്നാൽ പിന്നീട് അവർ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കും. ആ എടുക്കേണ്ട സാഹചര്യങ്ങൾ അവർക്ക് വരും. അത് മനഃപൂർവ്വമല്ല, പക്ഷേ ദൈവം നമ്മെ ഇങ്ങോട്ട് ക്ഷണിച്ചിട്ട് തന്നെയാണ് നാം വരിക. അല്ലാതെ നാം ഏതെങ്കിലുമൊക്കെ നിമിത്തം കാരണം ഇവിടെ വന്നു ചേരുന്നവരല്ല. അങ്ങനെ ഈ മകളെയും ദൈവം വിളിച്ചു ക്ഷണിച്ചു, ഇവിടെ വന്നു. തൻ്റെ മകൻ്റെ രോഗസൗഖ്യവും പിന്നീട് താൻ എങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നു. 7 വർഷത്തിന് ശേഷം തനിക്ക് ടച്ചില്ലാത്ത ആനിമേഷനാണ് പഠിച്ചത്. എന്നാൽ തനിക്ക് ടച്ചില്ലാത്ത ഒരു അവസ്ഥയിൽ നിന്ന്
പിന്നീട് എങ്ങനെയാണ് ആനിമേഷനൊക്കെ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കമ്പ്യൂട്ടറൊക്കെ നമുക്ക് ഒത്തിരിയേറെ പരിചയമുള്ളതാകുക. അല്ലെങ്കിൽ അത് അപ്ഡേഷൻ ഇല്ലെങ്കിൽ പലപ്പോഴും അത് നമ്മിൽ നിന്ന് കൈവിട്ടു പോകും. അത് ആ പ്രൊഫഷനിലുള്ളവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ 7 വർഷത്തിന് ശേഷം തനിക്കൊരു ജോലി ലഭിക്കുന്നു. തനിക്ക് എവിടെ കമ്പ്യൂട്ടർ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് താൻ മറന്നുപോയി. ആ ഒരു അവസരത്തിൽ തൻ്റെ ഉള്ളിലിരുന്ന് തനിക്ക് ആരോ പറഞ്ഞു തരുന്നു എല്ലാ കാര്യങ്ങളും. ഇന്നിപ്പോൾ തനിക്ക് ജോലി ലഭിച്ചു. ആ ജോലിയിൽ ഏറ്റവും നല്ല രീതിയിൽ തനിക്ക് കൊണ്ടുപോകുവാൻ സാധിക്കുന്നു. കൂദാശ ജീവിതം, ആത്മീയ ജീവിതമൊക്കെ ഉണ്ടായിരുന്ന വ്യക്തികളാണ്, ഉള്ള വ്യക്തികളാണ് നാം. എന്നാൽ ഉടമ്പടിയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിന് മാറ്റുകൂടുകയാണ്, അതിന് തിളക്കം വർദ്ധിക്കുകയാണ്. അതാണ് നമുക്ക് ഈ അനുഭവ സാക്ഷ്യത്തിലും അതുപോലെ ഇവിടെ പറയുന്ന ഓരോ അനുഭവ സാക്ഷ്യങ്ങളിലും കേൾക്കുവാൻ കഴിയുക. ഇന്നിപ്പോൾ ഉടമ്പടിയിലൂടെ ആത്മീയ ജീവിതം എത്രമാത്രം പുഷ്ടിപ്പെട്ടു എന്നുള്ളതാണ് ഈ മകൾ ഇവിടെ പറഞ്ഞത്. അങ്ങനെ ഈശോയോടുകൂടി ജീവിക്കുന്ന ഓരോ മക്കളാകുവാൻ നമുക്കും കഴിയട്ടെ. കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. എൻ്റെ പേര് രമ്യ അരുൺ. ഞാനിപ്പോൾ പാലക്കാട് നിന്ന് വരുന്നു. എന്നെ കല്യാണം കഴിച്ചു വിട്ടതാണ് പാലക്കാട്. എൻ്റെ വീട് ഇടുക്കി ജില്ലയിൽ മുണ്ടക്കയത്ത് കൂട്ടിക്കൽ എന്ന സ്ഥലത്താണ്. എനിക്കിപ്പോൾ ഇവിടെ സാക്ഷ്യം പറയാൻ പറ്റിയത് തന്നെ ഒരു മിറാക്കിളാണ്. കാരണം ഞാൻ ഇവിടെ സാക്ഷ്യം പറയാൻ പറ്റുമെന്ന് വിചാരിച്ചു വന്നതല്ല, എന്നെ മാതാവ് കയറ്റിയതാണ് ഇപ്പോൾ യാദൃശ്ചികമായിട്ട്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2023 ജൂണിലാണ്. ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഞാൻ ഇവിടെ വരാൻ ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം ഞാൻ പാലക്കാടായിരുന്നപ്പോൾ ന്യൂമോണിയയും കോവിഡും പിടിച്ച് ഞാൻ അവിടെ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുമ്പോൾ ഞാൻ ഫോൺ വഴി ഇങ്ങനെ കുറച്ച് സാക്ഷ്യങ്ങളും പിന്നെ ആലപ്പുഴയിൽ ഇതുപോലെ ഉടമ്പടി എടുത്ത് ഇങ്ങനെ നിയോഗം സമർപ്പിച്ചാൽ സാധിക്കുമെന്ന് അങ്ങനെയൊക്കെ കുറേ ഇത് കണ്ടു. അപ്പം ഞാൻ വളരെയേറെ ദുഃഖത്തിലായിരുന്നു അന്നേരം. ഇത് കണ്ട് ഞാൻ അപ്പം ഇങ്ങനെ മനസ്സിൽ പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് ഇവിടെ എത്തിച്ചേരാനുള്ള വഴിയൊന്നും അറിയത്തില്ല, അതിൽ ഞാൻ പാലക്കാടല്ലേ എങ്ങനെ എത്തും? അപ്പം ആലപ്പുഴയിലാണെന്നറിയാം, ആലപ്പുഴ എൻ്റെ അമ്മയുടെ ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇത് എങ്ങനെ എത്തിച്ചേരും, വഴി ഏതുവഴി വരും അതൊന്നും അറിയില്ലല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ പ്രാർത്ഥിച്ചു. പക്ഷെ അവിടെ ഡിസ്ചാർജായി ഞാൻ വീട്ടിൽ വന്നപ്പം എനിക്ക് പെട്ടെന്ന് എൻ്റെ അച്ഛനും അമ്മയൊക്കെ ചോദിച്ചു എനിക്ക് ബാധ വല്ലതും കയറിയോ എന്ന് ചോദിച്ചു. കാരണം ഞാൻ പെട്ടെന്ന് എനിക്ക് നാട്ടിൽ പോകണം, എൻ്റെ വീട്ടിൽ പോകണം എന്ന് ഞാൻ പറഞ്ഞ് ഭയങ്കര ബഹളം വെച്ചു. പിറ്റേന്ന് എനിക്ക് ഇഞ്ചക്ഷൻ ഉള്ളതാണ്, അതൊന്നും ഞാൻ വേണ്ടാന്ന് വെച്ചിട്ട് 10 മണിയായപ്പോൾ ഞാൻ ബസ് കയറി ഇവിടെ രാത്രി 9:30 മുണ്ടക്ക എന്ന സ്ഥലത്ത് എൻ്റെ വീട്ടിലെത്തിയിട്ട് പിന്നെ എനിക്ക് തിരിച്ചു പോകാൻ തോന്നിയില്ല. അമ്മയൊക്കെ ചോദിച്ചേ സ്കൂളൊക്കെ അവിടെ ഉള്ളതല്ലേ കുട്ടിക്ക്, അപ്പോൾ പോകണ്ടേന്ന് ചോദിച്ചിട്ട് ഇല്ല, സ്കൂളൊക്കെ ഞാൻ അവിടുന്ന് മാറ്റി ഇവിടെ കൊണ്ടുവന്നു. അങ്ങനെ ഇവിടെ നിൽക്കെ എൻ്റെ അനിയത്തി പ്രസവ സംബന്ധമായിട്ട് അവൾക്ക് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ വരികയും മാനസികമായിട്ട് അവൾക്ക് ഒരു പ്രശ്നമുണ്ടായി വീട്ടിലെത്തുകയും ചെയ്തു. അന്നേരം അടുത്തുള്ളൊരു വീട്ടിൽ ഒരു ചേച്ചി എനിക്കിങ്ങനെ ഈ കൃപാസന പത്രം എൻ്റെ കയ്യിൽ തന്നായിരുന്നു. ആ പത്രം കിട്ടി ഒരാഴ്ച ആയപ്പോഴത്തേക്ക് എൻ്റെ ഗോൾഡ് പണയം വെച്ചിരുന്ന് എനിക്ക് എടുക്കാൻ പറ്റി. സ്ഥലം തൊട്ടടുത്ത് കിടന്ന സ്ഥലം, അതെങ്ങനെ സംഭവിച്ചെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ ഭയങ്കര ടൈറ്റിലാണ് നിന്നിരുന്ന കടത്തിൽ. എനിക്ക് പെട്ടെന്ന് അത് സ്ഥലത്തിന് അഡ്വാൻസ് കൊടുക്കാൻ പറ്റി. അത് കഴിഞ്ഞ് ഈ അനിയത്തി ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്നൊരു ദിവസം വീട്ടിൽ ഭയങ്കര കലഹം പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ ഒരു ദിവസം രാവിലെ 8 മണിക്ക് ഞാൻ ഇതുപോലെ പെട്ടെന്ന് എനിക്ക് ആരോ എന്തോ ഒരു തോന്നിയ ഞാൻ എൻ്റെ മൂത്ത കുട്ടീനെയും അനിയത്തിയുടെ കുട്ടി 5 വയസ്സുള്ള കുട്ടീനെയും എടുത്തുകൊണ്ട് ഞാൻ പെട്ടെന്ന് എങ്ങനെ എത്തിയെന്ന് എനിക്കറിയില്ല. ബസ്സിൽ കയറി ചങ്ങനാശ്ശേരി ഇറങ്ങി, ഞാൻ ആലപ്പുഴ ബസ്സിൽ കയറി. അവിടെ വന്ന് ആലപ്പുഴ ഇറങ്ങിയപ്പോൾ കൃപാസനം എന്ന ബോർഡും വെച്ച് ബസ് ഫ്രണ്ടിൽ കിടക്കുന്നു. അതിൽ കയറിയപ്പോൾ അതിൽ ഒരു ചേച്ചി പറഞ്ഞു, മോളെ ഇപ്പുറത്ത് കിടക്കുന്ന ബസ്സാണ് പെട്ടെന്ന് പോകുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഈ പള്ളിക്ക് വന്ന് ഇറങ്ങുമ്പം സമയം 1 മണി കഴിഞ്ഞു, 1:15. അവിടെ നിന്ന് ഇറങ്ങി ഞാൻ ഓർത്തപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞായിരുന്നു ഉടമ്പടിയൊന്നും പെട്ടെന്ന് ചാടി എടുക്കരുത്, അത് എന്തെങ്കിലും അപാകതയിൽ അത് തെറ്റിപ്പോയാൽ അത് ദോഷം വരും, അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും എടുക്കല്ലെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ വന്നാൽ ശരി തിരി കത്തിച്ചിട്ട് പോകാൻ സമയം ഇത്ര വൈകിയല്ലോ, തിരിച്ചും പോവണ്ടേ എന്ന് ഓർത്ത് എൻ്റെ ഈ പൈസ ഇല്ല. ഞാൻ അച്ഛൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്ത 600 രൂപ, അച്ഛൻ്റെ പോക്കറ്റിൽ നിന്ന് 200, എൻ്റെ കയ്യിൽ 500 അത്ര 10-700 രൂപയും കൊണ്ടാണ് ഇവിടെ എൻ്റെ കൈ വരുന്നത്. എന്നിട്ട് ഞാൻ ഇവിടെ വന്ന പള്ളിക്ക് വന്ന് തിരി വാങ്ങാനായിട്ട് കുനിഞ്ഞതും ഒരു നീല ചുരിദാറും ഒരു വൈറ്റ് പാൻറ്റും ഷോളും മുഖത്ത് സ്പെക്സും ഭരിച്ച ഒരു ചേച്ചി എൻ്റെ കൈക്ക് കയറി പിടിച്ചു. ചൊവ്വാഴ്ച ദിവസമായിരുന്നു അത്.
കൈക്ക് കയറി പിടിച്ചിട്ട് എൻ്റെ മുന്നിലേക്ക് ഇങ്ങനെ വലിച്ചിട്ട് പറഞ്ഞു നീ പോയി ഉടമ്പടി എടുക്കാൻ പറഞ്ഞു എന്നെ തള്ളി വിട്ടു. തള്ളി തിരക്കിൻ്റെ ഇടയ്ക്ക് എനിക്ക് എവിടാന്നോ ഉടമ്പടി സ്ഥലം എടുക്കുന്നതെന്നോ അല്ലെങ്കിൽ എവിടെയാ കൗണ്ടറെന്നോ ഒന്നും എനിക്കറിയില്ല. ഞാൻ എന്തോ എന്നെ ആരോ മായാലോകത്ത് പോലെ ഞാനിവിടെ എത്തി. ആ കൗണ്ടറിൻ്റെ അവിടെ എത്തി. ഒരു സെക്യൂരിറ്റി എന്നോട് പെട്ടെന്ന് എന്നോട് പറഞ്ഞു 2 മണിക്ക് ഉടമ്പടി ക്ലാസ് ആരംഭിക്കും, പിള്ളേർക്ക് ഭക്ഷണമൊന്നും കൊടുത്തിട്ടില്ലല്ലോ, വേഗം ഭക്ഷണം കഴിച്ച് വന്നോളാൻ പറഞ്ഞു. 5 മണിയായപ്പം പെട്ടെന്ന് അപ്പം അനിയത്തി എന്നോട് വിളിച്ചപ്പോൾ പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് ആർക്കും ഒന്നും ഉടമ്പടി കിട്ടില്ല, നിനക്ക് ഇത്ര പെട്ടെന്ന് ഉടമ്പടി കിട്ടിയോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ ഇവിടെ ഒരു ദിവസം തങ്ങാനും പറ്റി. പിറ്റേന്ന് ഇവിടെ കുർബാനയും കൂടിയിട്ടാണ് ഞാൻ തിരിച്ച് വീട്ടിൽ പോകുന്നത്. പക്ഷേ ആ ഉടമ്പടി എനിക്ക് എൻ്റെ വീട്ടിലെ പ്രശ്നം കാരണം എനിക്ക് പൂർത്തീകരിക്കാൻ പറ്റിയില്ല. അത് ഇതായിപ്പോയി, ഉഴപ്പിപ്പോയി. അതെൻ്റെ മനഃപൂർവ്വമുള്ള പ്രശ്നം കൊണ്ടല്ല, അതെൻ്റെ വീട്ടിലെ പ്രശ്നം കാരണമായിരുന്നു. എനിക്കൊരു മാനസികമായ പ്രശ്നം വരികയും 2 മണിക്ക് രാത്രി 2 മണിക്കൊക്കെ തുണി കഴുകാൻ കല്ലിലിട്ട് തുണി അടിക്കുകയും അങ്ങനെയൊക്കെ ഉണ്ടായി. പക്ഷേ മാതാവ് അന്ന് രാത്രി സ്വപ്നത്തിൽ ഇങ്ങനെ പല വെളുത്ത രൂപങ്ങളായിട്ട് മാതാവ് പ്രത്യക്ഷപ്പെടുകയും എൻ്റെ കാര്യങ്ങൾ ഞാൻ ഉടമ്പടി ഉഴപ്പിയിട്ട് ഞാൻ വെച്ച നിയമങ്ങൾ എനിക്ക് സാധിച്ചു കിട്ടി. സ്ഥലം വാങ്ങാൻ പറ്റി. എൻ്റെ അനിയത്തിയെ ഭർത്തൃ വീട്ടുകാർ ഒരു പ്രശ്നവും ഇല്ലാതെ കൂട്ടിക്കൊണ്ടുപോയി. അതെല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ ഈ മൂത്ത കുട്ടി അരുന്ധതി അതിന് ജനിച്ച് 12 ദിവസമായപ്പോൾ തൊട്ട് ഈ ആസ്മയുടെ ഒരു പ്രശ്നമുണ്ട്. അത് തെളിയുന്ന 3 വയസ്സില്ല. 3 വയസ്സ് തൊട്ട് 9 വയസ്സ് വരെയും ഇൻഹെയിലർ കണ്ടിന്യൂസ് 2 ഇൻഹെയിലർ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും പ്രശ്നങ്ങൾ ഇതിങ്ങനെ വന്നപ്പോൾ ഞാൻ ചെവിക്ക് കേൾവിക്കുറവ് ഈ കൊച്ചിന് പറഞ്ഞു. ഹോസ്പിറ്റലിൽ കാണിച്ചപ്പം 2 ചെവിക്കും 33% കേൾവിക്കുറവും 2 ചെവിയുടെ ട്യൂബ് അടിച്ചു പോയിക്കുക, എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ വേണമെന്നും പറഞ്ഞു. അപ്പം ഞാൻ പെട്ടെന്ന് ഈ ഉടമ്പടിയുടെ ഇത് മൂലമാണോ എന്ന് ഓർത്ത് ഇവിടെ വരികയും അച്ഛനെ കാണാൻ പറ്റും. അന്നും ഇതുപോലെ മിറാക്കിൾ പോലെ അച്ഛനെ കണ്ട് ബ്ലെസ്സിങ് കിട്ടി തിരിച്ച് വീണ്ടും ഈ കൊച്ചിന് വീട്ടിൽ ചെന്നപ്പോൾ അസുഖം കൂടി ആശുപത്രി കൊണ്ടുവന്നപ്പോൾ അന്ന് കാണിച്ച ചെവിയുടെ ഡോക്ടർ അവിടെ ഇല്ല. ആ ഡോക്ടറോട് ഞാൻ കാര്യം പറഞ്ഞു. ഡോക്ടർ ആ പഴയ എക്സ്റേ എടുത്തിട്ട് നോക്കിയിട്ട് പറഞ്ഞു അങ്ങനെ ഒരു സംഭവം അതിൻ്റെ അകത്തില്ല. ഈ കൊച്ചിന് ചെവിക്ക് ഒരു കുഴപ്പവുമില്ല, ജലദോഷത്തിൻ്റെ വരുന്നത് വെറുതെ മൂക്കടയ്ക്കുന്നത് മാത്രമാണ്. അതുപോലെ ആസ്മ എത്ര വർഷമായിട്ടുണ്ടായിരുന്നു, ഇപ്പം ഈ കൊച്ചിന് ആസ്മ എന്ന് പറയുന്ന രോഗം അതില്ല. മറ്റേ സ്കൂളിൽ അടുപ്പിച്ച് പോകാൻ പറ്റില്ലായിരുന്നു. ഇപ്പം ഞാൻ വീണ്ടും വാടകയ്ക്ക് ഇവിടെ പാലക്കാട് തന്നെ വന്ന് താമസം ആരംഭിച്ചു. 2ാമത് വീണ്ടും വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. ഇപ്പം ആ ഉടമ്പടിയിലൂടെ തന്നെയാണ് ഞാൻ പോകുന്നത്. എന്നെ ഇപ്പം നിലനിർത്തുന്നത് ഈ മാതാവാണ്. പിന്നെ ഞാൻ ഈ സിസ്റ്ററോട് പറയാത്തൊരു കാര്യം കൂടെ ഉണ്ട്. എൻ്റെ കാശ് രൂപം, എൻ്റെ ആദ്യത്തെ കാശ് രൂപം നഷ്ടപ്പെട്ട് എനിക്ക് പോയതായിരുന്നു. ഞാനും ഈ കൊച്ചും കരഞ്ഞു. കാരണം ഞങ്ങൾക്ക് തുണ ആ മാതാവ്, ആ കാശ് രൂപമായിരുന്നു ബലം. അത് പോയത് എനിക്ക് ഭയങ്കര ഇതായി. അപ്പോൾ രാത്രി 2 മണിക്ക് എന്നെ സ്വപ്നത്തിൽ റൗണ്ട് ചെയ്ത് കാശ് രൂപം കാണിച്ചിട്ട് ഒരു കുട്ടി വന്ന് 9:30 ഇങ്ങനെ എൻ്റെ കയ്യിൽ തന്നിട്ട് 9:30 ഈ കാശ് രൂപം കിട്ടിയെന്ന് സ്വപ്നത്തിൽ പറഞ്ഞു. അത് തന്നെ പിറ്റേന്ന് രാവിലെ എൻ്റെ ബെഡിൽ ഞങ്ങൾ അന്ന് രാത്രി ആ ബെഡിൽ കിടന്നുറങ്ങിയതാണ്. ആ ബെഡ്ഷീറ്റ് ഒരുപാട് തവണ കുടഞ്ഞു വിരിച്ചതാണ്, എല്ലാം ചെയ്തതാണ്. പക്ഷേ അന്ന് നോക്കിയപ്പോൾ ആ കാശ് രൂപം ആ ബെഡിൽ ആരോ കൊണ്ടുവച്ചു. അത് മാതാവ് തന്നെ ആ കാശ് രൂപം കൊണ്ടുവച്ചു. ആ കാശ് രൂപം ഈ കൊച്ചിൻ്റെ കഴുത്തിലിടാൻ വേണ്ടി എന്നെ കൊണ്ട് വീണ്ടും മാതാവ് ഉടമ്പടി എടുപ്പിച്ചാന്ന് എനിക്ക് മനസ്സിലായി. അതേ കാശ് രൂപമാണ് ഇന്ന് ഈ കൊച്ചിൻ്റെ കഴുത്തിൽ ഇവിടെ ഈ കാശ് രൂപം കിടക്കുന്നത്. അതുപോലെ മോൾക്ക് ഇപ്പം ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഒരാഴ്ച ആയപ്പോൾ തൊട്ട് മോൾക്കൊരു സ്വപ്ന ദർശനം കിട്ടി. അത് മോള് പറയും. എൻ്റെ പേര് അരുന്ധതി. ഞാൻ സ്വപ്നത്തിൽ ഒരു ഗ്രേ കളർത്ത ചുരിദാറും വന്നിട്ട് എന്നോട് പറഞ്ഞു മോള് പ്രാർത്ഥിക്കുന്നില്ലേ, എന്നിട്ട് സാക്ഷ്യം പറയണ്ടെന്ന് ചോദിച്ചു. എന്നിട്ട് 2ാമത് വന്നിട്ട് എന്നോട് ഞാൻ കൃപാസനത്തിൽ നിൽക്കുക. അപ്പോൾ കൃപാസന അമ്മ എൻ്റെ ദേഹത്ത് മൊത്തം ക്ലോക്കാണ്. അപ്പോൾ അമ്മ എന്നോട് പറയുന്നുണ്ട് നീ പ്രാർത്ഥിക്കുന്നില്ലേ, ശ്രദ്ധിക്കുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന സമയം ഏതാണെന്ന് ചോദിച്ചു. അപ്പം അമ്മ പറഞ്ഞു ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന സമയം 5:07 എന്നാണ്. ഞാൻ മോള് പ്രാർത്ഥിക്കാൻ ഇച്ചിരി മടി കാണിക്കുമായിരുന്നു. അപ്പം ഞാൻ എപ്പോഴും പറയും പ്രാർത്ഥിക്കുമെന്ന് പറയുമായിരുന്നു ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞ്. അപ്പം അത് കഴിഞ്ഞേ പിന്നെ ഞാൻ അന്നേരം ആ സ്വപ്നം കണ്ടപ്പോൾ തൊട്ട് ആൾ വന്ന് സാക്ഷ്യം പ്രാർത്ഥിക്കാതിരിക്കുമായിരുന്നു. പിന്നെ എൻ്റെ ഹസ്ബൻഡ് പെട്ടെന്ന് വന്നു. എനിക്കിവിടെ ഇന്നലെ വീണ്ടും മോൾക്കൊരു മൂക്കൊലിപ്പ് പോലെ കാണിച്ചു. അത് അമ്മ കാണിച്ചൊരു അടയാളമായിരുന്നു. അപ്പം ഞാനിങ്ങനെ കരഞ്ഞു പ്രാർത്ഥിച്ചു, മാതാവേ
പിന്നെ ഞാൻ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം, എനിക്ക് 3 മാസം കഴിഞ്ഞല്ലേ ഉടമ്പടി എടുത്താൽ പറ്റുള്ളൂ എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷെ പച്ചവിട്ടിലിൻ്റെ രൂപത്തിൽ മാതാവ് അവിടെ ഉണ്ടെന്ന് വൈകിട്ട് കാണിച്ചു. രാവിലെ ഒരു തുമ്പി വന്ന് ഭിത്തിയിലിരുന്നു. അതുപോലെ ഈ പച്ചവിട്ടിൽ ഞാൻ മിക്കപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഒരു വലിയ പച്ചവിട്ടിൽ, അതിനൊരു പ്രത്യേകതയുണ്ട്. ആ പച്ചവിട്ടിൽ ഇങ്ങനെ കർട്ടനയിലോ ഭിത്തിയിലോ വന്നിരിക്കും. അത് ഞാനിവിടെ നിയോഗത്തിൽ എഴുതിയത്, 2ാമത് ഉടമ്പടി എടുത്തപ്പോൾ എഴുതിയ മോൾക്ക് അസുഖം മാറണം, ബാക്കി മൊത്തം മാതാവ് എൻ്റെ കൂടെ വരണം, മാതാവ് എൻ്റെ കൂടെ മരണം വരെയും കൂടെ കാണണമെന്നാണ്. കാരണം ഇപ്പം എൻ്റെ കൂട്ടത്തിൽ ഞാനും പിള്ളേർ മാത്രം ഒരു വീട്ടിൽ താമസിക്കുന്നത്. ഇപ്പം എൻ്റെ അച്ഛനും അമ്മയായിട്ട് നിൽക്കുന്നത് ഈശോയും മാതാവുമാണ്. ഈ കൃപാസനം അമ്മയാണ് എൻ്റെ അമ്മയായിട്ട്. ഒരു ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾക്ക് പോലും ചെറിയ രീതിയിൽ ഞാൻ വിളിച്ചാൽ മതി, ആ സെക്കൻഡ്. എന്നാൽ ഞാൻ ഒരുപാട് പാപം ഇത് ചെയ്യുന്നുമുണ്ട്. പക്ഷേ എന്നാലും മാതാവ് എന്നെ വിട്ടുപോകുമെന്ന് ഇടയ്ക്ക് തോന്നാറുണ്ട്. പക്ഷേ എനിക്കറിയില്ല, വിളിച്ച് സെക്കൻഡുകൾക്കുള്ളിൽ കാണും. ഈ കൊച്ചിനെ ഹോസ്പിറ്റലിൽ ഞാൻ കയറാത്ത ഹോസ്പിറ്റലുകളില്ല. ഞങ്ങൾക്ക് വീടെന്ന് പറയുന്ന താമസമാക്കിയിരുന്ന ഹോസ്പിറ്റലുകളായിരുന്നു. ആ സ്ഥാനത്ത് ഇപ്പോൾ കൊച്ച് ഡെയിലി സ്കൂളിൽ പോകുന്നുണ്ട്, ബസ്സിൽ പോകുന്നുണ്ട്. മറ്റേ ഒറ്റയ്ക്കൊരു ഓട്ടോയ്ക്ക് ഒരു കുട്ടിയെ തന്നെ പ്രതിരോധ ശേഷി ഇല്ലാത്തതുകൊണ്ട് പകർച്ച വരാതിരിക്കാൻ വേണ്ടി അങ്ങനെയാണ് വിട്ടുകൊണ്ടിരുന്നത്. ആ സ്ഥാനത്ത് ഇപ്പോൾ കൊച്ച് തിങ്ങി നിറഞ്ഞ ബസ്സിനുള്ളിൽ സ്കൂൾ ബസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. മറ്റേ ചെണ്ടയ്ക്ക് കൊട്ടുന്ന പോലെ ചുമ വന്നുകൊണ്ടിരുന്നു. ഇപ്പം അതൊന്നുമില്ല. ഇനി കൊച്ചിന് ജലദോഷമുണ്ട്. പക്ഷേ ഇത്ര ദൂരെ യാത്ര പറഞ്ഞ് ഈ സാക്ഷ്യം പറയാം, ഇവിടെ നിൽക്കുമ്പോൾ ആ കൊച്ചിൻ്റെ ജലദോഷം നിന്നു എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു, മാതാവേ ഞാൻ തിരിച്ചു പോകുമ്പോൾ ഈ കുട്ടിയുടെ ഈ ജലദോഷം ഇത് പൂർണ്ണമായിട്ടും മാറണം, നാളെ എൻ്റെ മകൾക്ക് സ്കൂളിൽ പോകാൻ പറ്റണം. അതുപോലെ ഇങ്ങനെ പോകാൻ പറ്റില്ല. ഡെയിലി മാസത്തിൽ 4 തവണയാണ് അഡ്മിറ്റ് ആകുന്നു ഓരോ ഹോസ്പിറ്റലുകളിലും. ഇപ്പം അതേ സ്ഥാനത്ത് അഡ്മിറ്റ് ആക്കാതെ മാതാവ് തന്നെ എനിക്കൊരു ആശുപത്രി മരിയൻ സെൻ്റർ എന്നും പറഞ്ഞ് പാലായിൽ കാണിച്ചു തന്നു. ആ ഡോക്ടർ അവിടെ ചെന്നപ്പോൾ പറഞ്ഞു, ഇത് കുറച്ച് ഉപയോഗിച്ചിട്ട് പിന്നീട് മരുന്ന് നിർത്താം, ഇപ്പം ഇൻഹേലർ അങ്ങനെ തന്നെ പൊയ്ക്കോട്ടെ, അത് മാത്രമേ ഉള്ളൂ, അതെല്ലാം അഡ്മിറ്റ് ആക്കാനോ ഒന്നും പറഞ്ഞില്ല. ആ ഡോക്ടർ പറഞ്ഞ പ്രകാരം ആ ഇൻഹേലർ ഉപയോഗിച്ചു. അത് അസുഖം അഡ്മിറ്റ് ആക്കാതെ തന്നെ ആൾക്ക് മാറി. പിന്നെ എനിക്ക് കൊണ്ടുപോകേണ്ടി വന്നിട്ടില്ല. ഇപ്പം ഡെയിലി സ്കൂളിലും കാര്യങ്ങളിലും എല്ലാം പോകുന്നുണ്ട്. എൻ്റെ മരണം വരെ ഞാൻ ഉടമ്പടി തന്നെയായിരിക്കും. കാരണം എനിക്കിപ്പോൾ തുണ എൻ്റെ അമ്മയായിട്ട് എൻ്റെ മാതാവാണ്. അത് ആരെന്ത് പറഞ്ഞാലും ശരി, അതാണ് എൻ്റെ ജീവിത അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുക. അതുപോലെ ആദ്യമൊക്കെ എനിക്ക് പത്രം കൊടുക്കാനൊക്കെ മടിയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ ചങ്ങനാശ്ശേരി ടൗണിൽ ഇറങ്ങി ഇവിടുന്ന് കൊണ്ടുപോയ പത്രം ആ കുഞ്ഞിനെ എളിയത്ത് വെച്ച് ഞാൻ നടന്നു കൊടുത്തു. അവിടെ മുണ്ടക്കയത്ത് നടന്ന് ഞാൻ തപ്പി ആളെ കണ്ടെത്തി ചോറും പൊതി എനിക്ക് ഒരു പൊതിയെ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഞാൻ ഒരു പൊതി ഹോട്ടലിൽ പോയി വാങ്ങിച്ചു കൊടുത്തു. അതുകൊണ്ട് ഞാൻ ഇനി ജീവിതത്തിലുടനീളം അമ്മയെ ധ്യാനിച്ച് അമ്മയുടെ ആ ഒരു പ്രാർത്ഥന എനിക്ക് ഒരു ദിവസം മുടങ്ങിയ. ഇപ്പോൾ 2 നേരം ഞാൻ ഉപവാസം, ബുധനും ശനിയും ഞാൻ എടുക്കുന്നുണ്ട്. ഇവിടുന്ന് ഏതെങ്കിലും ഒരു ദിവസം എടുത്താൽ മതി എന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് 2 ദിവസം ഞാനതും വെള്ളം പോലും കുടിക്കാതെ ഞാൻ നിൽക്കും. രാത്രി മാത്രം 6 മണിക്കാണ് ഞാൻ പിന്നെ വെള്ളം കുടിച്ചും ഭക്ഷണം കഴിക്കുകയും ചെയ്യുക. എനിക്കിപ്പോൾ അത് ചെയ്തില്ലെങ്കിൽ എനിക്ക് എന്തോ പോലെയാണ്. കാരണം അമ്മ എപ്പോഴും അത്രയും ഞാൻ ഈ കാശ് രൂപ എൻ്റെ കയ്യിലാണ് ഞാൻ തൂക്കിയിരിക്കുന്നത്. എനിക്ക് അമ്മ അതുപോലെ എൻ്റെ കൂടെ ഉണ്ട്. എനിക്ക് അമ്മ നഷ്ടപ്പെട്ട എനിക്ക് ജീവൻ പോകുന്ന പോലെ. അതുകൊണ്ട് ഈ കാശ് രൂപ എപ്പോഴും ചിലപ്പോൾ കണ്ടില്ല എനിക്ക് എൻ്റെ ജീവൻ നഷ്ടപ്പെട്ട പോലെ തോന്നും. അതുകൊണ്ട് എന്നും ഞാൻ ജീവിതത്തിലുടനീളം ഉടമ്പടിയിലായിരിക്കും. അമ്മയോടും തിരുകുമാരനോടും 1000 നന്ദി പറഞ്ഞു നിർത്തുന്നു. പുറപ്പാട് 33:19 തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നുണ്ട്, എനിക്കിഷ്ടമുള്ളവനിൽ ഞാൻ പ്രസാദിക്കും, എനിക്ക് ഇഷ്ടമുള്ളവനോട് ഞാൻ കരുണ കാണിക്കും. കർത്താവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കർത്താവ് പെരുമാറുമ്പോൾ, അതായത് ബൈബിളിൽ തന്നെ നമുക്ക് കാണുവാൻ കഴിയും. സുവിശേഷത്തിൽ ഓരോ ദനാറയ്ക്ക് കൂലിയായിട്ട് ഓരോ ദനാറ കൊടുത്ത് പറഞ്ഞു വിടുമ്പോൾ അവസാനം വന്നവർക്ക് മുതൽ ആദ്യം വന്നവർക്ക് വരെ കർത്താവ് ഒരേ ദനാറയാണ് കൊടുക്കുന്നത്. ആ യജമാനൻ കർത്താവായിട്ടാണ് നാം ബൈബിളിൽ വായിക്കുക. അപ്പോൾ ഞാൻ നല്ലവനായതുകൊണ്ട് നീ എന്തിന് അസൂയപ്പെടുന്നു? എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്തുകൂടെ? എനിക്കുള്ളത് കൊണ്ട് എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്തുകൂടെ എന്ന് തന്നോട് ചോദിക്കുന്ന ഭൃത്യന്മാരോട് കർത്താവ് മറുപടി കൊടുക്കുന്നുണ്ട്. അതുതന്നെയാണ് നമുക്ക് ഈ അനുഭവ സാക്ഷ്യത്തിൽ പറഞ്ഞു നിർത്തുമ്പോൾ നമുക്ക് ചിന്തിക്കാനുള്ളത്. അതായത് ദൈവം കൈ തുറന്നു കൊടുക്കുകയാണ്. ഈ മകൾ പറഞ്ഞു, എനിക്കിനി വേറെ ഒരു ചിന്തയില്ല,
എൻ്റെ ഈ അമ്മയും ഈശോയുമാണ് എൻ്റെ അപ്പനും അമ്മയും. ഇത് ഈ മകളുടെ സാക്ഷ്യം മാത്രമല്ല, എത്രയോ സാക്ഷ്യങ്ങൾ ഈ കൃപാസന അൾത്താരയിൽ ഇങ്ങനെ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ ജീവിതത്തിൽ തനിക്ക് വേറെ ആരുമില്ലാത്ത അവസരത്തിൽ തന്നെ കൈപിടിച്ച് നടത്തുന്നത്, അല്ലെങ്കിൽ തങ്ങളെ കൈപിടിച്ച് നടത്തുന്നത് ജീവിക്കുന്ന ഈശോയും അമ്മയുമാണെന്നുള്ളത്. അതിന് ജാതി മത വർഗ വർണ്ണ വ്യത്യാസങ്ങളൊന്നുമില്ല. ദൈവം എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളവരാണ്. സകല ജാതികൾക്കും വേണ്ടിയിട്ടുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്തയായിട്ട് ഭൂമിയിൽ അവതരിച്ച ദൈവപുത്രൻ ഇന്ന് എങ്ങനെയാണ് കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറയുവാനായിട്ട് ഓരോ മക്കളെ കൊണ്ടുവരുന്നത്. അങ്ങനെ തൻ്റെ കുഞ്ഞിനുണ്ടായ ആ മകൾ തന്നെ സ്വപ്നം കാണുന്നു. ക്ലോക്ക് വെച്ച ദേഹം മുഴുവനും ക്ലോക്കുള്ള മാതാവിനെയാണ് ആ മകൾ സാക്ഷ്യം കണ്ടത്. നമുക്കറിയാം 2004 ഡിസംബർ 7 സമയ ഘടികാരവും നെഞ്ചിൽ ചാർത്തിയാണ് കൃപാസനത്തിൽ അമ്മ സ്വർഗത്തിൽ നിന്ന് ആഗതയാകുന്നത്. ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛന് പ്രത്യക്ഷപ്പെടുന്നത്. ആ അമ്മ ഇന്ന് കുഞ്ഞുങ്ങളെന്നില്ല, വലിയവരെന്നില്ല, എല്ലാവർക്കും അമ്മയുടെ സാന്നിധ്യം നൽകിക്കൊണ്ട് അമ്മ ഓടി നടക്കുകയാണ്. ഇങ്ങോട്ട് ആളുകളെ കൊണ്ടുവരുവാനായിട്ട് തങ്ങളുടെ ജീവിത അനുഭവങ്ങൾ പങ്കുവെച്ച് ദൈവപുത്രൻ മഹത്വപ്പെടുവാൻ വേണ്ടിയിട്ട് അമ്മ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. അത് തന്നെയാണ് നമുക്കിന്ന് കാണുവാൻ കഴിയുക. അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയുവാൻ നമുക്കും ഇടയാകട്ടെ. ജീവിതത്തിൽ തൻ്റെ ആ ഡിപ്രഷനിൽ നിന്നൊക്കെ എങ്ങനെ ഈ മകൾക്ക് മോചനം ലഭിച്ചു, തൻ്റെ കുഞ്ഞിന് ഇന്ന് എങ്ങനെ ഹോസ്പിറ്റലുകൾ വീട് ഹോസ്പിറ്റലായി മാറിയിരുന്ന ഒരവസ്ഥയിൽ നിന്ന് ഇന്ന് തൻ്റെ മകൾക്ക് എങ്ങനെയാണ് മോചനം ലഭിച്ചത്, ഇതൊക്കെ ഈ മകൾ ഇവിടെ പറഞ്ഞ് നാം കേട്ടതാണ്. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. മാതാവേ, കൃപാസന മാതാവേ, സഞ്ചാരി മാതാവേ, കൃപാസന മാതാവേ, അഭയം തന്നിടണേ അമ്മേ, കരുണ തോന്നിടണേ, അഭയം തന്നിടണേ അമ്മേ, കരുണ തോന്നിടണേ, സഞ്ചാരി മാതാവേ, കൃപാസന മാതാവേ. എൻ്റെ പേര് വിജി. ഞാൻ മാന്നാർ കുട്ടമ്പേരു എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. ആദ്യമായിട്ട് ഒരു യോഗ്യതയില്ലാത്ത എന്നെ ഈ അൾത്താരയിൽ കയറ്റി നിർത്തിയ എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും തിരുവുമാരനും 1000 നന്ദി. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ആദ്യമായിട്ട് എൻ്റെ കൂട്ടുകാരിയുടെ കൂടെയാണ് ഇവിടെ മാതാവിനെ കാണാൻ വന്നത്. എന്നാൽ അവരെല്ലാം ഉടമ്പടി എടുത്തിട്ടും ഞാൻ ഉടമ്പടി എടുത്തില്ല. കാരണം ചെറുപ്പം തൊട്ടേ ഞാൻ യേശുവിനെയായിരുന്നു വിശ്വസിച്ചിരുന്നത്. ഹിന്ദുവാണ് ഞാൻ. അന്നോട്ട് ഞാൻ ബൈബിള് വായിക്കും. അതുകൊണ്ട് മാതാവിനോട് എനിക്ക് അത്ര വലിയ അറ്റാച്ച്മെൻ്റ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഇവിടെ വന്ന ശേഷം ഓഗസ്റ്റിൽ എൻ്റെ ജോലി പോയി. ഞാനൊരു ബോയ്ക്കറിലാണ് ജോലി ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഡിസംബറിൽ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് എനിക്കൊരു ചെറിയൊരു കടയിൽ ഒരു ജോലി കിട്ടിയിരുന്നു. അപ്പം ഞാൻ ജോലി നിയോഗം വെച്ചിട്ടില്ലായിരുന്നു. അവിടെ ജോലിക്ക് കയറി ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ആ ജോലി ഞാൻ വിട്ടു. പിന്നെ 3 മാസം ഞാൻ ജോലി ഇല്ലാതിരുന്നു. പിന്നെ നേരത്തെ ജോലി നിന്നെടുത്ത് തന്നെ ഞാൻ പിന്നെ തിരിച്ച് കയറി. എൻ്റെ മാതാവ് എനിക്ക് ആ ജോലി തിരിച്ചു തന്നു. പിന്നെ എൻ്റെ മകള് 10ാം ക്ലാസ്സിൽ പരീക്ഷ സമയത്ത് പഠിത്തത്തിൽ ഉഴപ്പോയി. പിന്നെ മലയാളം അവർക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. മലയാളത്തിന് ഒരു ക്ലാസ്സിലും അവൾ ജയിച്ചിട്ടില്ലായിരുന്നു. ഞാനിവിടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന മകളെ കൊണ്ട് ചെല്ലിക്കുകയും അത് എഴുതിപ്പിക്കുകയും ചെയ്തിട്ട് മലയാളത്തിന് അവൾക്ക് സെക്കൻഡിന് A+ കിട്ടുകയും ഫസ്റ്റിന് അവൾ ജയിക്കുകയും ചെയ്തു. അത് മാതാവിൻ്റെ കൃപയാണ്. അതുപോലെ ഒരു പയ്യൻ്റെ ഒരു ശല്യം ഉണ്ടായിരുന്നു കുഞ്ഞിന്. അതിൽ നിന്നും മാതാവ് അവളെ രക്ഷിച്ച് നല്ല കുട്ടിയാക്കി എനിക്ക് തിരിച്ചു തന്നു. 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് അവൾക്ക് ട്യൂഷൻ പോലും ഇല്ലായിരുന്നു. എന്നിട്ടും മാതാവ് അവളെ ജയിപ്പിച്ചു. പിന്നെ +1 അഡ്മിഷൻ കിട്ടാൻ പ്രയാസമായിരുന്നു. കമ്പ്യൂട്ടർ സയൻസിൽ അഡ്മിഷൻ കിട്ടുകയും പൈസ ഒന്നും കൊടുക്കാതെ അവൾക്ക് അഡ്മിഷൻ കിട്ടി. അതൊരു സാക്ഷ്യമാണ്. പിന്നെ എൻ്റെ മൂക്കിൽ വലിയൊരു തടുപ്പുണ്ടായിരുന്നു. ആ തടുപ്പ് ഞാൻ മരുന്നൊന്നും കഴിക്കാതെ തന്നെ ഇവിടുത്തെ ഉടമ്പടി തൈലം തേച്ച് അത് മാറി. പിന്നെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഛർദിലുള്ള ഒരു അസുഖം ഉണ്ടായിരുന്നു. ദൂരെ യാത്ര ചെയ്യുമ്പോൾ ഗുളിക കഴിക്കണമായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ടാബ്ലറ്റ് കഴിക്കാതെ എത്ര ദൂരം യാത്ര വേണമെങ്കിലും ചെയ്യാൻ പറ്റും. മാതാവ് അത് ഞാൻ നിയോഗത്തിൽ വെച്ചിട്ടില്ലായിരുന്നു. അത് മാതാവ് മാറ്റിത്തന്നു.
കഴിഞ്ഞ ജപമാലയ്ക്ക് പോകുമ്പോൾ അലർജി ചുമ ഉണ്ടായിരുന്നു. ജപമാലയ്ക്ക് ശേഷം ആ ചുമ ഇതുവരെ എനിക്ക് വന്നിട്ടില്ല. ഹല്ലേലൂയ സ്തോത്രം. പിന്നെ വീടിൻ്റെ അടുത്തുള്ള ഒരു പയ്യൻ ഡിസംബറിൽ സ്റ്റാർ ഇടാൻ മേളിൽ കയറിയപ്പോൾ ഷോക്ക് അടിച്ച് താഴെ വീണു. അപ്പോൾ കാലിൻ്റെ മുട്ടയിലെ ചിരട്ട പൊട്ടിയിരുന്നു. അപ്പോൾ ഞാൻ 3 മാസമാണ് പ്ലാസ്റ്റർ ഊരാൻ തന്നെ ഡോക്ടർ പറഞ്ഞ സമയം. ബുധനാഴ്ച ഞാൻ ഉപവാസം എടുക്കുന്ന ദിവസം ആ പയ്യൻ്റെ വീട്ടിൽ പോയി അതിൻ്റെ കാലിൽ ഉടമ്പടി തൈലം തേച്ച് കൊടുക്കുകയും അവർക്ക് പത്രം കൊടുത്ത് അവരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുകയും ചെയ്യും. ആ പയ്യൻ ദിവസവും മാതാവിൻ്റെ ഉടമ്പടി പത്രം വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഒറ്റ മാസം കൊണ്ട് പ്ലാസ്റ്റർ ഊരുകയും ഓരോ മാസം കഴിഞ്ഞ് ഇപ്പോൾ ആ പയ്യൻ നല്ലപോലെ നടക്കാൻ പറ്റും. ഒരിക്കലും നടക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്ന ഒരു കക്ഷിയാണ് മാതാവ് നടത്തിയത്. ഹല്ലേലൂയ സ്തോത്രം. പിന്നെ എൻ്റെ അപ്പച്ചിയുടെ ഭർത്താവിന് വളരെ ക്രിട്ടിക്കലായിരുന്നു. ബലവും ആസ്മയും ഒക്കെ ഉണ്ട്. എപ്പം വേണേലും എന്ത് സംഭവിക്കാവുന്ന ഒരു കണ്ടീഷനിലായിരുന്നു ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നത്. 16 ദിവസത്തോളം ഉടമ്പടി തൈലം തേച്ച് അപ്പൻ, അവർ ഹിന്ദുവാണ്, അവർക്കൊന്നും ഈശോയെ അറിയത്തില്ല, അവർ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടില്ല. അപ്പനാണെങ്കിലും മാതാവിൻ്റെ പത്രവും കൊന്തമാലയും വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഇപ്പോൾ ഒരു കുഴപ്പമില്ല, വലുവില്ല, ആസ്മയില്ല, ഒന്നുമില്ല. നല്ല പൂർണ്ണ സൗഖ്യം മാതാവ് കൊടുത്തു. പിന്നെ കാരുണ്യ പ്രവർത്തികളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി പത്രം ഒരു ദിവസം മാത്രമേ വീട്ടിൽ വെക്കുള്ളൂ. അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ എല്ലാവർക്കും പത്രം കൊടുത്തു തീർക്കും. പിന്നെ എല്ലാ മാസവും രോഗികളെ കാണാൻ ഹോസ്പിറ്റലിൽ പോകും. ഇവിടെ എല്ലാ മാസവും വരുമ്പോൾ ഇവിടെ ഇരിക്കുന്ന വെളിയിൽ ഭിക്ഷയ്ക്ക് ഇരിക്കുന്നവർക്കെല്ലാം വീട്ടിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവരും. ഓണത്തിന് വന്നപ്പോൾ അവർക്ക് വസ്ത്രം വാങ്ങിച്ചു കൊടുത്തു. പിന്നെ വീടിൻ്റെ അടുത്ത് 3-4 പേര് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അവരും ഞങ്ങളെല്ലാവരും കൂടെ അനാഥാലയത്തിൽ പോയി സന്ദർശിക്കാറുണ്ട്, വൃദ്ധസദനത്തിൽ പോകാറുണ്ട്. പിന്നെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ എന്നും മാതാവിന് ഈശോയോടും പ്രാർത്ഥിക്കും, ഉപ്പിട്ട് പ്രാർത്ഥിക്കും. ഓർഡർ ബുക്കിലാണെങ്കിലും കാശ് രൂപവും തൈലവും വെച്ച് പ്രാർത്ഥിക്കും. ആ പേജുകളിലെല്ലാം മാതാവ് ഓർഡർ കൊടുത്ത് അനുഗ്രഹിക്കും. അതൊക്കെ പരിശുദ്ധ അമ്മയുടെ കൃപയാണെന്ന് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. പിന്നെ മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഒരുപാട് നന്ദി. 30-ാം സങ്കീർത്തനത്തിൻ്റെ 4-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: കർത്താവിൻ്റെ വിശുദ്ധരെ അവിടുത്തെ പാടിപ്പുകഴ്ത്തുവൻ, അവിടുത്തെ പരിശുദ്ധ നാമത്തിന് കൃതജ്ഞത അർപ്പിക്കുവൻ. സ്നേഹം നിറഞ്ഞവരെ, വിജി എന്ന സഹോദരിയാണ് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം നമ്മളുമായിട്ട് പങ്കുവച്ചത്. ഈ സഹോദരി നമ്മളോട് പറഞ്ഞു എങ്ങനെയാണ് കൃപാസനത്തിലേക്ക് വരുവാനായിട്ടുണ്ടായ സാഹചര്യമെന്ന്. നമ്മളൊരു വ്യക്തിയോട് കൃപാസനത്തെക്കുറിച്ച് പറയുമ്പോൾ, പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുമ്പോൾ, കൃപാസനം പത്രം കൊടുക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയണം, നമ്മൾ കൊടുക്കുന്ന ആ വ്യക്തിക്ക് നമ്മുടെ ദൈവാനുഭവമാണ് പകർന്നു കൊടുക്കുക. ആ വ്യക്തി പരിശുദ്ധ അമ്മയുടെ സന്നിധിയിലേക്ക് വന്നു കഴിയുമ്പോൾ, പരിശുദ്ധ അമ്മയുമായിട്ട് ആഴമായിട്ട് ബന്ധപ്പെട്ട് ഉടമ്പടി ജീവിതം നയിക്കുവാനായിട്ട് തുടങ്ങുമ്പോൾ അവരുടെ ജീവിതത്തിൽ അവരനുഭവിക്കുന്ന ഓരോ വിഷമതകളിലും പ്രശ്നങ്ങളിലും പോരായ്മകളിലും അവർക്ക് പരിശുദ്ധ അമ്മയിൽ പരിഹാരം കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് നമ്മൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ദൈവ തിരുനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയിട്ട് ദൈവത്തെ അവർക്ക് പരിചയപ്പെടുത്തുമ്പോൾ, പറഞ്ഞു കൊടുക്കുമ്പോൾ ദൈവികമായിട്ടുള്ള വലിയ കൃപയുടെ അനുഭവത്തിലേക്ക് നമ്മളും അതുപോലെ തന്നെ നമ്മൾ ആർക്കാണോ ഈശോയെ കൊടുക്കുന്നത് അവരും കടന്നു വരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ അൾത്താരിൽ ഒത്തിരിയേറെ സാക്ഷ്യങ്ങൾ ഈ സഹോദരി പറയുമ്പോൾ ദൈവത്തെ അറിയുവാനായിട്ട് കിട്ടിയ വലിയ സന്തോഷവും അതുപോലെ തന്നെ അറിഞ്ഞ ദൈവത്തിൽ ആഴപ്പെട്ടുകൊണ്ട് ആ ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അൾത്താരിൽ നിന്നുകൊണ്ട് സാക്ഷ്യം പറയുവാനായിട്ട് ഈ സഹോദരി കാണിക്കുന്ന വലിയ മനോഭാവത്തിനും പരിശുദ്ധനായ ദൈവത്തിൻ്റെ നാമത്തെ നമുക്ക് ഇരുകരങ്ങളും അടിച്ച് മഹത്വപ്പെടുത്താം. ഈ സഹോദരിയുടെ ജീവിതത്തിൽ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് നന്ദി പറയാം. ഞാൻ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ എന്ന സ്ഥലത്ത് നിന്നാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 2-ാം തീയതിയാണ്. ഞാനിന്നിവിടെ നിൽക്കുന്നത് എൻ്റെ ഹസ്ബൻഡിന് കിട്ടിയ ഒരു അനുഗ്രഹത്തെക്കുറിച്ച് പറയാനാണ്. ഈ കഴിഞ്ഞ ജൂലൈ 24-ാം തീയതി ഹസ്ബൻഡിന് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു. അപ്പോൾ ആ ആക്സിഡൻറ്റിൽ സ്പോട്ടിൽ അവിടെ ആരും ഇല്ലായിരുന്നു. കണ്ട ആൾക്കാർ പറഞ്ഞത് ഈ വ്യക്തിയെ തിരിച്ച് കിട്ടത്തില്ല എന്നാണ്. കാര്യം പുള്ളിക്കാരൻ്റെ തലയിൽ നല്ല ഇഞ്ചുറി ഉണ്ടായിരുന്നു, ഒരു സൈഡ് ബൾജ് ചെയ്തിരുന്നു, അവിടെ ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ടാവുകയും ചെയ്തു. മുട്ടിൽ ആഴത്തിലുള്ള മുറിവ്, അവിടെ പ്ലാസ്റ്റിക് സർജറി വേണമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. അപ്പോൾ ഞാൻ വീട്ടിലായിരുന്നു. അവിടെ ഒത്തിരി ആൾക്കാരൊക്കെ കൂടി. ആ സമയത്ത് എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു. പെട്ടെന്ന് ഞാൻ അവരുടെ മുമ്പിൽ മുട്ടുകുത്തി കൈവിരിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഉച്ചത്തിൽ പറയാൻ തുടങ്ങി. അപ്പോൾ നിയോഗം വരുന്ന സ്ഥലത്ത് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, എൻ്റെ ഹസ്ബൻഡ് ഒറ്റയ്ക്കാണ് ആംബുലൻസിൽ പോകുന്നത്, അമ്മ ഓടിച്ചെല്ലണം, എനിക്ക് എൻ്റെ ഹസ്ബൻഡിനെ തിരിച്ചു തരണം, അമ്മ ഒരു
കത്രിക പോലും വയ്ക്കാതെ പുള്ളിക്കാരനെ തിരിച്ചു തരികയാണെങ്കിൽ ഞാൻ അമ്മയെ അറിയാത്ത ആൾക്കാരെ കൃപാസനത്തെ എത്തിക്കുമെന്ന് ഞാൻ അമ്മയ്ക്ക് വാക്ക് കൊടുത്തിരുന്നു. ആ ഒരു വിശ്വാസത്തിൽ ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഡോക്ടേഴ്സ് പറയുന്നത് പുള്ളിക്കാരന് സീരിയസ് ആണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ബ്ലീഡിങ് കൂടുതലാണ്, ട്രോമയിലോട്ട് പോകും എന്നൊക്കെ. അപ്പോൾ അവിടെ നിൽക്കുന്നവരുടെ മുമ്പിലും എനിക്ക് പിടിച്ച് നിൽക്കണമായിരുന്നു. ഞാൻ അല്പം മാറി നിന്ന് മാതാവിനോട് മുട്ടിലായിരുന്നു കരഞ്ഞ് പ്രാർത്ഥിച്ചു, അമ്മേ എന്നെ കൈവിടല്ലേ, അമ്മേ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞിട്ട് ഡോക്ടർമാരോട് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അല്പം കഴിഞ്ഞില്ല ഡോക്ടർ എന്നെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, നമ്മുടെ ഈ മുട്ടിലെ ആഴത്തിലുള്ള മുറിവിൽ നിന്ന് ബ്ലീഡിങ് ചുമ്മാ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു, ഇപ്പോൾ എന്താണെന്നറിയില്ല, പെട്ടെന്ന് ആ ബ്ലീഡിങ് നിന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും തലയിലെ ബ്ലീഡിങ്ങിൻ്റെ കാര്യം അവർ പറയുന്നത്, നമുക്കൊന്നുകൂടെ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാം, പുള്ളിക്കാരന് ചെറുതായിട്ട് അനക്കങ്ങളൊക്കെ കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ സ്കാൻ ചെയ്യാൻ പോയപ്പോഴത്തേനും ഞാൻ അച്ഛൻ്റെ യൂട്യൂബിൽ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. തിരിച്ച് ധ്യാനം തീരാറായ സമയത്ത് ഡോക്ടർ എന്നെ സ്കാൻ റൂമിനകത്ത് വിളിച്ചിട്ട് പറഞ്ഞു, നമ്മൾ നേരത്തെ കണ്ട ഇന്ത്യൻ ബ്ലീഡിംഗ് ഒന്നും ഇപ്പോൾ കാണുന്നില്ല, നമുക്ക് നാളെ തന്നെ പുള്ളിക്കാരൻ്റെ ഡിസ്ചാർജ് ചെയ്യാം. അങ്ങനെ ഞാൻ പിറ്റേന്ന് എൻ്റെ വീട്ടിലോട്ട് വന്ന്, അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനെ നോക്കാൻ വരുന്ന ആൾക്കാർക്കൊന്നും അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാര്യം കണ്ടവരൊക്കെ പറഞ്ഞത് ഇയാൾ അന്ത്യശ്വാസം വലിച്ചു, ഞങ്ങൾ ഇത്തിരി വെള്ളം വായിൽ ഒഴിച്ചു കൊടുത്തു എന്നൊക്കെയാണ്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഈ മാതാവ് തന്ന ഈ ഒരു വലിയ അനുഗ്രഹം എനിക്ക്, ഞാൻ ആ വന്ന ആൾക്കാരുടെ മുമ്പിലൊക്കെ വാതോരാതെ പറഞ്ഞു. പിന്നെ വന്നിട്ട് രണ്ടാമതൊരു സാക്ഷ്യം, എൻ്റെ സഹോദരന് വേണ്ടി ഞാൻ നിയോഗം എഴുതിയതായിരുന്നു. സഹോദരൻ UK-യിലാണ്, 5 മാസമായിട്ട് ജോലിയില്ലായിരുന്നു. അപ്പോൾ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഈ സെപ്റ്റംബർ 8-ാം തീയതി മാതാവിൻ്റെ ബർത്ത്ഡേയുടെ അന്ന് തന്നെ സഹോദരൻ വിളിച്ച് പറഞ്ഞു എനിക്കൊരു ജോലി കിട്ടിയെന്ന്. പിന്നെ വേറൊരു സാക്ഷ്യം അനിയത്തിക്ക് വേണ്ടി വെച്ചതായിരുന്നു. അനിയത്തിക്ക് വിവാഹാലോചനകളൊക്കെ ഒരുപാട് വന്നെങ്കിലും ഒന്നും ശരിയാകുന്നില്ലായിരുന്നു. അത് വച്ചതിൻ്റെ ഫലമായിട്ട് ആ ഉടമ്പടിയിൽ തന്നെ നല്ലൊരു വരനെ കിട്ടുകയും നല്ല രീതിയിൽ വിവാഹം നടത്തുവാനും കഴിഞ്ഞു. പിന്നെ ഇതെൻ്റെ മൂത്ത മകളാണ്. ഈ മകൾക്ക് പഠിക്കുവാനുള്ള ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ എത്ര പറഞ്ഞു കൊടുത്തിട്ടും പഠിപ്പിച്ചിട്ടും കുട്ടിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചു മാതാവിനെ തന്നെ കുഞ്ഞിന് കൊടുക്കാമെന്ന്. അങ്ങനെ ഞാൻ മാതാവിനെ കുഞ്ഞിനെ കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ എന്നോട് കൂടെ പഠിക്കുന്ന കുട്ടികളുടെ അമ്മമാർ പറയും, നീ ആദ്യം കുഞ്ഞിനെ പഠിപ്പിക്കും, മാതാവിനെയൊക്കെ പിന്നെ കൊടുക്കാമെന്ന്. പക്ഷേ ഞാൻ മാതാവിനെ കൊടുത്തു. എൻ്റെ കുഞ്ഞ് അടുത്ത എക്സാം എഴുതിയപ്പോൾ മറ്റു കുട്ടികളെക്കാളും നല്ല മാർക്ക്, ഒന്നിനൊന്ന് മെച്ചപ്പെട്ട് വരാൻ തുടങ്ങി. ഇന്ന് ഞാൻ എൻ്റെ കുഞ്ഞിനെ ഉടമ്പടി ജീവിതത്തിലാണ് വളർത്തിക്കൊണ്ട് വരുന്നത്. കുഞ്ഞിനെ ഉടമ്പടി എടുക്കാൻ പറ്റത്തില്ല, പക്ഷെ ഞാൻ ആ ഉടമ്പടി പ്രാർത്ഥന ആ കുഞ്ഞാണ് ഏറ്റു പറയുന്നത് എൻ്റെ വീട്ടിൽ, അത് ഞങ്ങൾ ഏറ്റു പറയും. ഇത്രയധികം അനുഗ്രഹം നൽകിയ മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി. പ്രേക്ഷിത പ്രവൃത്തിയായിട്ട് ചെയ്യുന്നത് പത്രങ്ങൾ, എൻ്റെ വീടിൻ്റെ അവിടെ ഒത്തിരി പേര് കൃപാസനത്ത് വരുന്നുണ്ട്, അവരെല്ലാവരും പത്രങ്ങൾ കൊണ്ട് കൊടുക്കാറുണ്ട്. ഞാൻ വേറെ സ്ഥലങ്ങളിൽ ഈ കുഞ്ഞിനെയും കൊണ്ട് പോയി ഞങ്ങൾ 2 പേരായിട്ടാണ് പത്രങ്ങൾ കൊടുക്കാറ്. പിന്നെ വൃദ്ധസദനത്തിൽ പോയി അവിടെ സന്ദർശിക്കുകയും എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണമെന്നുണ്ട്, പക്ഷേ അവർ സമ്മതിക്കാറില്ല. പിന്നെ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുകയും അവിടെ അമ്മച്ചിമാരോടൊക്കെ എത്തിയിട്ട് സംസാരിച്ചിട്ടൊക്കെ പോരും. പിന്നെ വഴിയരികിലുള്ള ചിലർക്ക് പൊതിച്ചോറ് കൊണ്ട് കൊടുക്കാറുണ്ട്. വ്യക്തിപരമായിട്ട് ഞാൻ വിശുദ്ധ കുർബാന നമ്മൾ വിശുദ്ധ കുർബാനയ്ക്ക് പോകാറുണ്ട്, പക്ഷേ അത്രയും ഞാൻ അത് അനുഭവിച്ചിട്ടില്ല. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഒരു ദിവസം പോലും വിശുദ്ധ കുർബാന മുടക്കിയിട്ടില്ല. ഞാൻ എൻ്റെ വീടിൽ നിന്ന് 5-6 കിലോമീറ്റർ അകലെയായിരുന്നാൽ പോലും ഞാൻ ഈ വിശുദ്ധ കുർബാനയ്ക്ക് എത്ര റിസ്ക് എടുത്ത് ഞാൻ പോകും. കാര്യം ആ ഈശോയെ അനുഭവിക്കുവാൻ തുടങ്ങി. ഞാൻ ഓരോ കുർബാനയും എനിക്ക് പുതിയ അനുഭവങ്ങളായി തോന്നി തുടങ്ങി. പിന്നെ എൻ്റെ വീട്ടിലെ കുടുംബ പ്രാർത്ഥന ഞങ്ങൾ ഇതുവരെയും മുടക്കിയിട്ടില്ല. കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 10:31 തിരുവചനം ഇപ്രകാരം അരുളി ചെയ്യുന്നു, അതിനാൽ നിങ്ങൾ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ മറ്റെന്തെങ്കിലും ചെയ്യുകയോ ചെയ്യുമ്പോൾ അവയെല്ലാം ദൈവമഹത്വത്തിനായി ചെയ്യുവിൻ. ഇത്രയും നേരം ഇവിടെ നിന്ന് സാക്ഷ്യം പറഞ്ഞിട്ടേ പോവുകയുള്ളൂ എന്നുള്ള തീരുമാനത്തിൽ സാക്ഷ്യം പറയാൻ വന്നു നിൽക്കുന്നവരാണ് ഉച്ച കഴിഞ്ഞ് ഈ സമയത്തൊക്കെ സാക്ഷ്യം പറയുന്നത്. എത്രയോ ദൂരത്ത് നിന്ന് ഓരോ കുടുംബവും ഇവിടെ എത്തുന്നു. അവരിവിടെ സാക്ഷ്യം പറഞ്ഞിട്ട് പോകുവാനുള്ള താല്പര്യം കാണിക്കുമ്പോൾ അത് തീർച്ചയായും പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ തന്നെയാണ്. ആ ഒരു അനുഭവം, തൻ്റെ ഹസ്ബൻഡിനുണ്ടായ അനുഭവം, ആക്സിഡൻറ്റിൽ ആ ഹസ്ബൻഡിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് കണ്ടു നിൽക്കുന്നവരൊക്കെ പറഞ്ഞു എന്നാണ് നാം കേട്ടത്. അപ്പോൾ ഈ മകൾ പറയുന്നുണ്ട്, ഞാൻ ആ സ്പോട്ടിലേക്ക് ചെന്നു, ഞാൻ അവിടെ കൈ വിരിച്ച് പിടിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഉച്ചത്തിൽ പ്രാർത്ഥിച്ചു.
ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ തെദേവും എന്ന പുസ്തകത്തിൽ താൻ വെഞ്ചരിച്ചു കൊടുത്ത വള്ളം അത് ഒടിഞ്ഞ് വീണ്ടും ആ വള്ളം ബോട്ട് റേസിന് പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്കൊക്കെ വരുന്നു. എന്നാൽ ആ വള്ളം കളിക്ക് ബഹുമാനപ്പെട്ട അച്ഛൻ തന്നെ പോകുന്നതും അവിടെ ആ ഫിനിഷിംഗ് പോയിന്റിലേക്ക് ആ വള്ളം വരുമ്പോൾ അച്ഛൻ അവിടെ പരസ്യമായിട്ട് ജപമാല കയ്യിലെടുത്ത് പിടിച്ച് അച്ഛൻ പ്രാർത്ഥിക്കുന്നു. പിന്നീട് അതിൻ്റെ റിസൾട്ട് വന്നത് എങ്ങനെയാണ് എന്നുള്ളതെല്ലാം അച്ഛൻ്റെ പുസ്തകത്തിൽ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. അതായത് ഈശോയെ പരസ്യമായിട്ട് പ്രഘോഷിക്കുന്നു. ഈ മകൾക്ക് തോന്നിയതും എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ഞാൻ മറ്റുള്ളവരുടെ മുൻപിൽ ഞാൻ എന്തും ചെയ്യും, എൻ്റെ അമ്മയും ഈശോയും എൻ്റെ ഹസ്ബൻഡിനൊന്നും വരുത്തില്ല, അതൊക്കെ ഒരു ബോധ്യങ്ങളാണ്. അത് ഈശോയുടെ ആ ഒരു മനസ്സ്, പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവ് നമ്മിൽ വരുമ്പോൾ മാത്രമേ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുകയുള്ളൂ. അല്ലെങ്കിൽ മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നുള്ളതായിരിക്കും നമ്മുടെ ചിന്തയിൽ ആദ്യം വരിക. അപ്പോൾ ഈ മകൾ അങ്ങനെ ചെയ്തു. പിന്നീട് വന്ന റിസൾട്ടാണ് ഇപ്പോൾ കൂടെ നിൽക്കുന്ന ഹസ്ബൻഡ്. പിന്നീട് തൻ്റെ കുടുംബത്തിൽ കിട്ടിയ മറ്റ് കൃപകളെല്ലാം ഈ മകൾ ഇവിടെ പറയുകയുണ്ടായി. അങ്ങനെ നാം പേ ചെയ്യണം. വെറുതെ ഇരുന്നിട്ട് ഉടമ്പടി പ്രാർത്ഥിച്ചു, അങ്ങനെ എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കണം, ഞാൻ ഉടമ്പടി എടുത്തതല്ലേ, അപ്പോൾ ഇതൊക്കെ എനിക്ക് കിട്ടാനുള്ള എല്ലാ അർഹതയുമുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞ് നാം ഇരുന്നാൽ നാം അവിടെ ഇരിക്കത്തേ ഉള്ളൂ. അതായത് ഇവിടെ പേയ്മെൻറ്റ് ഒത്തിരി വേണം, നാമും കൊടുക്കാൻ തയ്യാറാകണം. ഈശോ അവിടുത്തെ രക്തം നമുക്ക് വേണ്ടി ചിന്തി കുരിശിൽ മരിച്ച് നമ്മെ വീണ്ടെടുത്തു. ഇന്ന് ഉടമ്പടി ജീവിതത്തിലൂടെ ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ അതിന് നാം കൊടുക്കുന്ന പേയ്മെൻറ്റ് എന്താണെന്നുള്ളത് ഓരോ ഉടമ്പടി ധ്യാനത്തിലും അപ്ഡേഷൻ വരുന്നുണ്ട്. ഉടമ്പടി ധ്യാനം കൂടാതിരിക്കരുത്. നാം നമ്മുടെ കാര്യങ്ങളൊക്കെ കുറച്ച് നടന്നു കഴിയുമ്പോൾ ഇനി ഉടമ്പടി ധ്യാനം കുറച്ച് കഴിഞ്ഞിട്ടാകാം, അല്ലെങ്കിൽ അത് സമയം കൂടുതലെടുക്കും, ഇങ്ങനെയൊക്കെയുള്ളൊരു ചിന്തയൊക്കെ ചിലപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് വരാറുണ്ടോ? ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് ഇപ്പോൾ നാം കേൾക്കുന്ന ഈ അനുഭവ സാക്ഷ്യം. അങ്ങനെ പേയ്മെൻറ്റ് കൊടുത്ത് തന്നെ നമുക്ക് കർത്താവിനെ നേടുന്നവരാകാം. നാം അതിനുള്ള എല്ലാ സാധ്യതകളും നമ്മുടെ മുൻപിൽ ദൈവം തന്നിട്ടുണ്ട്. നാം ഒന്ന് മനസ്സറിഞ്ഞ് അവിടുത്തെ സ്നേഹിക്കുകയും അവിടുത്തെ പാതയിലൂടെ പോവുകയും ചെയ്താൽ മാത്രം മതി. അതുകൊണ്ടാണ് നാം ഇപ്പോൾ കേട്ട തിരുവചനം പോലെ നിങ്ങൾ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ മറ്റെന്തെങ്കിലും ചെയ്യുകയോ ചെയ്യുമ്പോൾ എല്ലാം ദൈവമഹത്വത്തിനായി ചെയ്യുവാൻ നമ്മുടെ ജീവിതത്തെ നമുക്ക് അങ്ങനെ മുൻപോട്ട് നടത്താം. കരങ്ങളടിച്ച് ഈ കുടുംബത്തെ സമർപ്പിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. എൻ്റെ പേര് ജോഷി വർഗീസ്, ഞാൻ പാലായിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. ആദ്യത്തെ സാക്ഷ്യം യൂട്യൂബിലുണ്ട്. അത് കോവിഡിൻ്റെ സമയത്തായിരുന്നു. ആ സമയത്ത് ഞാൻ ദുബായിലിരിക്കുന്ന സമയത്താണ് ആ സാക്ഷ്യം ഞാൻ റെക്കോർഡ് ചെയ്ത് അയച്ചത്. അത് യൂട്യൂബിൽ വരുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല, പക്ഷേ അത് യൂട്യൂബിൽ വന്നിരുന്നു. അന്ന് ഞാൻ വേറൊരു രാജ്യത്തേക്ക് പുതിയൊരു അപ്പോയിൻമെൻ്റായിട്ട് പോകുന്ന സമയം കൊണ്ട് ഞാൻ വളരെ ധൃതിയിൽ അത് പറഞ്ഞതാണ്, പോകാനുള്ള ഒരുക്കത്തിൻ്റെ ഇടയ്ക്ക്. ഓക്കെ, ഇപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തത് 1/6/2023 ഉടമ്പടി എടുത്തത്. ഉടമ്പടിയുടെ വെച്ചിരിക്കുന്ന നിയോഗങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദ്യമായിട്ട് എനിക്ക് കിട്ടിയത് ഒരു സഹനമായിരുന്നു. കാരണം ഞാൻ വളരെ സ്പീഡിൽ നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ആ സമയത്താണ് എനിക്ക് പെട്ടെന്ന് എൻ്റെ കാലിൻ്റെ പുറയിൽ കുതികാലിന് വേദന അനുഭവപ്പെട്ടത്. ആ വേദനയുള്ള സമയത്ത് നമുക്ക് മുമ്പോട്ട് കുതിക്കാനായിട്ട് ബുദ്ധിമുട്ട് വരും. അങ്ങനെ ഞാനത് നാച്ചുറലായിട്ട് സംഭവിച്ച ഒരു കാര്യമായിരിക്കുമെന്ന് കരുതി ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ ഡോക്ടർ പറഞ്ഞു അതിനൊരു ഓപ്പറേഷനുണ്ട്, ആ ഓപ്പറേഷൻ ചെയ്യണം, അതിന് വേണ്ടിയിട്ട് ഒരുങ്ങിക്കോളാൻ പറഞ്ഞു. ആദ്യമായിട്ട് മറ്റുള്ള ടെസ്റ്റുകളെല്ലാം ചെയ്തപ്പോൾ പറഞ്ഞു തൈറോയിഡിൻ്റെ ഒരു ചെറു പ്രശ്നമുണ്ട്, അത് തൈറോയിഡ് ലെവലാക്കിയിട്ട് നമുക്ക് ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഉടനെ തന്നെ തൈറോയിഡിന് വേണ്ടിയിട്ടുള്ള പരിശോധനകളെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും തൈറോയിഡ് ഗ്ലാൻഡ് വർക്ക് ചെയ്യുന്നില്ല, അതിന് പകരമുള്ള മരുന്ന് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. പിന്നെയും ചെക്കപ്പിന് പോയപ്പോൾ പറഞ്ഞു വൈറ്റമിൻ ഡി കുറവാണെന്ന് പറഞ്ഞു. ആ വൈറ്റമിൻ ഡിയും ശരിയാക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നത്തെ ഓപ്പറേഷൻ റെഡിയായപ്പോൾ പറഞ്ഞു എൻ്റെ ഹാർട്ടിൻ്റെ ഇതിന് സ്വല്പം പ്രോബ്ലമുണ്ട്, ബ്ലോക്ക് ഉണ്ടെന്ന് സംശയമുണ്ട്, അതുകൊണ്ട് അത് നോക്കിയിട്ട് അത് ക്ലിയർ ചെയ്തിട്ട് വേണം
ചെയ്യാൻ. ഉടനെ അതിനുള്ള ടെസ്റ്റുകളും കാര്യങ്ങളും എല്ലാം ചെയ്തു. ആ സമയത്തും എല്ലാം ഈ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്തും എല്ലാം തന്നെയും ഞാൻ തിരിയും പ്രാർത്ഥന പുസ്തകമൊക്കെ ആയിട്ടാണ് പോകുന്നത്. ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പ്രാർത്ഥനയൊക്കെ 5:30 പ്രാർത്ഥന കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ അതിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു ഒരു പ്രശ്നവും ഇല്ല, ഇനി ഓപ്പറേഷന് നാളത്തെ കഴിഞ്ഞ് ഓപ്പറേഷന് കയറിക്കോളൂ എന്ന് പറഞ്ഞു. ആ സമയത്ത് ഒരു ദിവസത്തെ ഗ്യാപ്പുണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ വെളിയിൽ വന്നു. വേറൊരു ഹോസ്പിറ്റലിൽ പോയി സെക്കൻഡ് ഒപ്പീനിയൻ എടുത്തപ്പോൾ പറഞ്ഞു ആ ഓപ്പറേഷൻ കൊണ്ട് വലിയ കാര്യമായിട്ടുള്ള പ്രയോജനമൊന്നും സംഭവിക്കാൻ പറ്റുന്നില്ല, അതിൻ്റെ സക്സസ് വളരെ കുറവായിരിക്കും എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ആ പരിപാടിക്ക് പിന്നെ പോയുമില്ല. ഞാൻ സാധാരണ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ തൈലം പുരട്ടുന്ന പോലെ തൈലം പുരട്ടി ഇങ്ങോട്ട് വരുന്നു. പിന്നെ ഞാനത് മറന്നുപോയി. അങ്ങനെ ഒരു സംഭവം ഉള്ളതായിട്ട് എനിക്കിപ്പോൾ ഓർമ്മ പോലുമില്ല. അതിനുശേഷം ഞാൻ ഈ കൃപാസനത്തിൽ വരുന്നത് എൻ്റെ മകൻ എടുത്ത ഉടമ്പടിയുടെ സംബന്ധിച്ചാണ് ഞാനിവിടെ വരുന്നത്. ഞാൻ വിദേശത്തായിരുന്ന സമയത്ത് എൻ്റെ മകൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പഠന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ വന്നതുകൊണ്ട് അവൻ ഉടമ്പടി എടുത്തിരുന്നു. ആ ഉടമ്പടി പ്രകാരം അവനിവിടെ വന്നിരുന്നു. പക്ഷേ അവന് മലയാളം അറിയത്തില്ലാത്തതുകൊണ്ട് അവൻ ഇംഗ്ലീഷ് ഉടമ്പടിയാണ് എടുത്തത്. ഞാനും അവൻ്റെ കൂട്ടത്തിൽ ഇവിടെ വന്നിട്ട് അവധിക്ക് വരുന്ന സമയത്ത് ഇവിടെ ഇരുന്ന് പ്രാർത്ഥനകളൊക്കെ അവന് ചൊല്ലിക്കൊടുക്കും. അവൻ പ്രാർത്ഥന ചൊല്ലും. അങ്ങനെയാണ് മലയാളത്തിലുള്ള പ്രാർത്ഥനകളൊക്കെ അവൻ ചൊല്ലിക്കൊണ്ടിരുന്നത്. അവന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. ഏക്കാലും ഈ ഉടമ്പടിയിലെ നിയോഗങ്ങളായിട്ട് ഞാൻ ആദ്യമായിട്ട് അവന് വെച്ചിരുന്നത് UK ജോബിന് വേണ്ടിയിട്ടായിരുന്നു. UK അവന് ഫൈനാൻഷ്യൽ ഓഡിറ്ററായിട്ട് അവന് ജോലി കിട്ടുകയും ചെയ്തു. ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കരമായ വർക്ക് പ്രഷർ, ചാർട്ടേഡ് അക്കൗണ്ടൻസിനൊക്കെ അറിയാം, ആ വർക്ക് പ്രഷർ കൂടി വന്നു. ആ സമയത്ത് ഉടനെ തന്നെ ഞാൻ അതിന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു ഒരു ഗവൺമെൻറ്റിൻ്റെ ജോലിയിലാണെങ്കിൽ NHS പോലെയുള്ള സ്ഥലത്താണെങ്കിൽ വർക്ക് ലോഡ് കുറവായിരിക്കും, വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട് ജോലി ചെയ്യാൻ പറ്റും, അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ ഉടനെ ഞാൻ അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. അതേസമയം തന്നെ അവന് വേറൊരു സ്ഥലത്തേക്കും കൂടിയുള്ള ജോലി ശരിയാകുകയും കിട്ടിയ NHS അല്ലെങ്കിൽ ഗവൺമെൻറ് ജോബ് എന്ന് പറയുന്നത് വളരെ ദൂരമായതുകൊണ്ട് അത് ഡ്രോപ്പ് ചെയ്യുകയും ചെയ്തു. പക്ഷേ രണ്ടാമത് കിട്ടിയ സ്ഥലത്തും വർക്കിലൂടെ, അതായത് 10-18 കമ്പനികളാണ് അവൻ്റെ കീഴിൽ സൂപ്പർവിഷനിൽ നടക്കേണ്ടത്, ഓഡിറ്റിങ്. അപ്പോൾ അതിൻ്റെ വർക്ക് പ്രഷർ വളരെ കൂടുതലായതുകൊണ്ട് പിന്നെയും NHSൽ തന്നെ കിട്ടിയാൽ കൊള്ളാമെന്നുള്ളൊരു താല്പര്യം പറഞ്ഞതിനനുസരിച്ച് ഞാൻ പിന്നെയും പ്രാർത്ഥിച്ചു. ഇപ്പോൾ അവൻ NHSലാണ് ജോലി കിട്ടി, NHSൽ ജോലി ചെയ്യുന്നു. അതുകൂടാതെ തന്നെ 3 ദിവസം മാത്രം ജോലി പോയാൽ മതി, ബാക്കിയുള്ള ദിവസങ്ങളിൽ വീട്ടിലിരുന്ന് ജോലി ചെയ്യാൽ മതി. അപ്പോൾ മാതാവ് ആഗ്രഹിച്ചിരുന്ന ആ NHSൽ തന്നെ അവന് കിട്ടണം എന്നുള്ളത്, നമ്മൾ തന്നെ കിട്ടിയ അനുഗ്രഹം നമ്മൾ തന്നെ ഡ്രോപ്പ് ചെയ്തത്, പിന്നീട് ആ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് തന്നെ പിന്നെയും പ്രാർത്ഥിക്കേണ്ടി വന്നു. അത് തന്നെ പിന്നെയും കിട്ടുകയും ചെയ്തു. അതുകൊണ്ട് വളരെയധികം ഉപകാരങ്ങളുമുണ്ട്. പിന്നെ ആയത് ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടിയിട്ട് അവൻ പരിശ്രമിച്ചിരുന്നു. ഡ്രൈവിംഗ് ലൈസൻസ് UK കിട്ടുക എന്ന് പറയുന്നത് ലേഡീസിന് പെട്ടെന്ന് കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട്, പക്ഷേ ആ ജെൻസിനെ സംബന്ധിച്ചുള്ള മാനുവലായിട്ട് തന്നെ ഓടിച്ച് കാണിച്ചു കൊടുക്കണം. പക്ഷേ വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് അവർ റിജക്റ്റ് ചെയ്യാറുണ്ട്. ഇവിടെ ആയിരുന്നപ്പോഴത്തേക്കും ഇന്ത്യയിലെ മെയിൻ സിറ്റികളിലൊക്കെ എല്ലാ വണ്ടികളും തന്നെ ഓടിച്ചുകൊണ്ടിരുന്ന ആൾക്ക് അവിടെ ഫെയിലാകുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല, 5-8 പ്രാവശ്യം. അത് പൈസ മാത്രം കൊടുത്താൽ പോരാ, അതിനുശേഷം അവർ പറയുന്ന സമയത്ത് നമ്മൾ വേറെ ആൾക്കാരെ വെച്ച് വണ്ടിയൊക്കെ അറേഞ്ച് ചെയ്ത് പോകണം. അങ്ങനെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഏറ്റവും അവസാനം അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. ഏക്കാലും ആ UK ഡ്രൈവിംഗ് ലൈസൻസും അവന് കിട്ടുകയുണ്ടായി. അതുപോലെ തന്നെ അവിടെ സ്വന്തമായിട്ടൊരു വീട് വാങ്ങിക്കാനുള്ളൊരു താല്പര്യം ഉണ്ടായി. അങ്ങനെ ഒരു വീട് വാങ്ങിക്കാൻ അത്ര ഈസിയല്ല, അതുപോലെയുള്ള ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ കാണിക്കുമ്പോഴാണ് അത് കിട്ടുന്നത്. എന്തായാലും ആ UK ഒരു വീടും അവന് പെട്ടെന്ന് വാങ്ങിക്കാൻ പറ്റി. അപ്പോൾ ഈ 3 അനുഗ്രഹങ്ങൾ ഞാൻ അവന് വേണ്ടി പറഞ്ഞെന്ന് വെച്ചാൽ, എൻ്റെ കയ്യിലിരിക്കുന്ന ഉടമ്പടിയുടെ പത്രം 2019 അവൻ ഇവിടെ വെച്ച് എടുത്ത ഉടമ്പടിയുടെ പേപ്പറാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത് കയ്യിൽ പിടിച്ചിരിക്കുന്നത്. പിന്നെ എനിക്ക് കിട്ടിയിരിക്കുന്ന ആദ്യത്തെ സഹനത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. അതിനുശേഷം ഞാനിവിടെ വിദേശത്തുള്ള ജോലിയെല്ലാം കഴിഞ്ഞ് ഇവിടെ കുറച്ച് മാസങ്ങൾ വീട്ടിലിരുന്നപ്പോഴത്തേക്ക് എനിക്ക് വളരെയധികം ബോറാകാൻ തുടങ്ങി. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ ഒരു വർക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഈ ഡെയിലി ഉള്ള ബോറിങ് ഒഴിവാക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ലേ നമ്മുടെ കലിബർ അനുസരിച്ചുള്ള ഒരു ജോലിയൊക്കെ കേരളത്തിൽ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണല്ലോ. എന്നാലും ഞാനത് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചു വന്നപ്പോഴത്തേക്കാണ് എനിക്ക് പുതിയൊരു ജോലി കിട്ടി. ആ ജോലിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ആവശ്യമുണ്ടായിരുന്നത് ഒരു കപ്പിളിനെ ആയിരുന്നു. അങ്ങനെ എൻ്റെ വൈഫിനും അവിടെ തന്നെ ജോലി കിട്ടി. ആ ജോലി കിട്ടിയ സ്ഥാപനം നമ്മുടെ മാതാവിൻ്റെ പേരിലുള്ള ഒരു സ്ഥാപനം തന്നെയാണ്. അതിനും കൂടുതലായിട്ട് ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ്. കുറേ കാര്യങ്ങളൊക്കെ ബൈബിളിനെക്കുറിച്ച് നമ്മൾ പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ ബൈബിളിനെക്കുറിച്ച് നമുക്ക് പറയാനുള്ള ഒരു ചാൻസ് നമുക്ക് സാധാരണ രീതിയിൽ കിട്ടാറില്ല. അല്ലെങ്കിൽ നമ്മൾ
നമ്മളുടെ മുമ്പിൽ ആൾക്കാർ ഇരിക്കുമ്പോഴാണ് നമുക്ക് പറയാനുള്ള ഒരു സാഹചര്യങ്ങളുണ്ടാകുന്നത്. പക്ഷേ ഇപ്പോഴത്തെ എൻ്റെ സാഹചര്യത്തിൽ ഞാൻ സംസാരിക്കുന്ന ഏതാണ്ട് 40ഓളം കുട്ടികളുടെ മുമ്പിൽ ഞാൻ ബൈബിളിനെ കുറിച്ച് പറയാറുണ്ട്. അവരൊക്കെ ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു 25 ലക്ഷം പേര് ഇന്ത്യയിൽ ഓൾ ഓവർ ആയിട്ട് എഴുതുന്ന ടെസ്റ്റിൽ ആദ്യത്തെ ഒരു 100-500 റാങ്കിൽ വരുന്ന കുട്ടികളാണ്. അവരുടെ മുമ്പിൽ എനിക്ക് ബൈബിളിനെ കുറിച്ച് പറയാൻ കിട്ടുന്ന ഒരു അവസരം, അത് ഞാൻ എൻ്റെ വോളണ്ടിയർ ചെയ്ത് പറഞ്ഞു കൊടുക്കുന്നതാണ്. അത് പറയാനുള്ള സാഹചര്യം എന്താ വെച്ചാൽ 6:30 ആകുമ്പോൾ ഞങ്ങൾക്ക് റോസറി ഉണ്ട്. അങ്ങനെ ആ റോസറി ഞങ്ങൾ ചെല്ലുന്നു, ഇംഗ്ലീഷിലും മലയാളത്തിലും നമ്മൾ റോസറി ചെല്ലുന്നു. ആ റോസറിക്ക് ശേഷം ഞാൻ എൻ്റെ സ്വയം വോളണ്ടിയർ ചെയ്തിട്ട് ബൈബിളിനെ കുറിച്ച് പറയുന്നു. ബൈബിൾ എന്ന് പറയുന്നത് തന്നെ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയെക്കുറിച്ച് വിവരിക്കുന്ന ഗ്രന്ഥമാണല്ലോ, അല്ലാതെ മറ്റ് കാര്യങ്ങളല്ല. അപ്പോൾ അങ്ങനെ ബൈബിളിനെ കുറിച്ച് പറയുന്നതോടുകൂടി നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വർഗസ്നായ പിതാവേ എന്നുള്ള ജപത്തെക്കുറിച്ച് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് പറ്റുന്നുണ്ട്. സ്വർഗസ്നായ പിതാവിനെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ആ ജപത്തിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ 1 കൊല്ലം പറഞ്ഞു കഴിഞ്ഞാലും തീരെയല്ലാത്തവണ്ണം എക്സ്പ്ലനേഷൻ പോകുന്നതാണ്. അത് വളരെ ബ്രീഫായിട്ട് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. കാരണം വളരെ എക്സ്റ്റെൻസീവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ദഹിക്കത്തില്ല. അങ്ങനെ നന്മറിഞ്ഞവരെയും ഒക്കെ പറഞ്ഞതിന് ശേഷം വിശ്വാസപ്രമാണം നമുക്കറിയാം, എല്ലാവരും വിശ്വാസപ്രമാണം ചെല്ലുന്നുണ്ട്. പക്ഷേ ആ വിശ്വാസപ്രമാണം എന്ന് പറയുന്നത് 12 വകുപ്പുകളായിട്ട് കിടക്കുന്ന വിശ്വാസപ്രമാണം. ആ വിശ്വാസപ്രമാണത്തിൻ്റെ ഓരോ വാക്കിൻ്റെയും അർത്ഥം നമ്മൾ മനസ്സിലാക്കി ചെയ്യുമ്പോഴാണ് ദൈവകൽപ്പന പൂർത്തിയാകുന്നത്. നീ നിൻ്റെ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും സർവ്വശക്തിയോടും കൂടി സ്തുതിക്കുക എന്നാണ് പറയുന്നത്, ആരാധിക്കുക എന്നാണ് പറയുന്നത്. അങ്ങനെ ബൈബിളിനെക്കുറിച്ചും നമുക്ക് പറയാനുള്ളൊരു സാഹചര്യം. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ജോലിയുടെ ഭാഗമായിട്ട് തന്നെ ഏതാണ്ട് ഒരു കണ്ടിന്യൂസ് ഒരു 3 മണിക്കൂർ ഞാൻ നടപ്പാണ് കൂടുതലും. ഈ നടപ്പും ഒരു 3 നില കെട്ടിടം ഒരു 10-15 പ്രാവശ്യവും ഞാൻ നടക്കുകയൊക്കെ ചെയ്യുമ്പോഴും ഞാൻ മുമ്പ് പറഞ്ഞ ഓപ്പറേഷൻ പറഞ്ഞിരുന്ന ആ ഒരു സംഭവം ഞാൻ ഓർക്കുന്നേ ഇല്ല. അപ്പോൾ ഈ ജോലി എന്ന് പറയുന്നത് എനിക്ക് വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ജോലി ആണ്. അങ്ങനെ എല്ലാ സൗകര്യങ്ങളും മാതാവ് ഇണക്കി തരുന്നു. അതുപോലെ തന്നെ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം പത്രം വിതരണം ചെയ്യാൻ പോയപ്പോഴൊക്കെ എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായി. ചില ആൾക്കാരൊക്കെ നമ്മളെ വളരെയധികം ഉദാഹരണത്തിന് ഇതെന്ത് പത്രമാണ്, പള്ളിയുടെ പത്രമാണല്ലോ, ഇത് പള്ളിക്കാർക്ക് കൊടുത്താൽ പോരെ എന്ന് ചോദിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഉടമ്പടി എടുത്ത് എനിക്ക് പ്രത്യേകിച്ച് അനുഗ്രഹങ്ങളൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഇതിനെ തിരിച്ചു തരുന്നവരുണ്ട്. നമ്മൾ ഓൾറെഡി ഒരാളുടെ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഇപ്പുറത്ത് നിൽക്കുന്ന ആളുടെ കൊടുത്തു കഴിയുമ്പോൾ ഇയാൾ ഇത് തിരിച്ചു തരുമ്പം അത് വാങ്ങിച്ച ആദ്യത്തെ ആളിൻ്റെ മനസ്സിൽ കൂടി കടന്നു പോകുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ഞാൻ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരാളെ ഒരു സ്ഥലത്ത് വെച്ച് പരിചയപ്പെട്ടപ്പോൾ അയാളെ ഒരു ഒറീസക്കാരനായിരുന്നു. ഉടനെ തന്നെ ഞാനിവിടുന്ന് ഒറീസയിൽ ഇറങ്ങുന്ന പത്രം വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് അയാൾക്ക് കൊടുക്കാനായിട്ട്. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവരൊരു 10-15 പേരുണ്ട്, ക്രിസ്ത്യൻസാണ്. അപ്പോൾ അവരുടെ ചരിത്രങ്ങളൊക്കെ ഞാൻ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് കൊടുത്താൽ അവർക്കതുകൊണ്ട് ഗുണമുണ്ടാകുമല്ലോ എന്ന് കരുതി കൊണ്ടുചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ മനുഷ്യൻ അവിടെ നിന്ന് പോയി. എനിക്കൊരു എത്തുമ്പോഴത്തവും ഇല്ല, അയാളുടെ നമ്പരും ഇല്ല, ഒന്നുമില്ല. ഏറ്റവും അവസാനം ഞാൻ ആ ഹോട്ടലിൽ തന്നെ അതങ്ങനെ കൊടുത്തു. അതുപോലെ തന്നെ എനിക്ക് ഉടമ്പടി പത്രം കിട്ടുമ്പോഴൊക്കെ ഏറ്റവും അടുത്തും ഒക്കെ നമുക്കറിയാം, ഈ ഏകദേശം സെൻട്രൽ കേരളയിലൊക്കെ ഇങ്ങനെ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഞാനങ്ങനെ ദൂര സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഓരോ കെട്ട് പേപ്പറുമായിട്ട് പോകും. അങ്ങനെ അതിൻ്റെ ആ പ്രവർത്തനങ്ങളും പത്രത്തിൻ്റെ പ്രവർത്തനങ്ങളും. പിന്നെ ഞങ്ങളുടെ അടുത്ത് തന്നെ ഏകദേശം ഒരു 500 ആൾക്കാർ താമസിക്കുന്ന ഓർഫനേജ് ഉണ്ട്. ആ ഓർഫനേജിൽ ഇനി സമയം മുമ്പോട്ട് കിട്ടിയില്ലെങ്കിലോ എന്ന് കരുതിയിട്ട് ഞാനവിടെ ഏകദേശം 4 മാസത്തോളം രാവിലെ മുതൽ ഉച്ചവരെ ആയിട്ട് അവരെ രോഗികളെ ശുശ്രൂഷിക്കുന്ന ആ ജോലിയിലേക്ക് ജോലിയല്ല സേവനത്തിലേക്ക് കടന്നു. ബാക്കിയുള്ള നമ്മൾ കാരുണ്യപ്രവർത്തികളെല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ ഉടമ്പടി നിയോഗങ്ങളെല്ലാം സാധിച്ചു കിട്ടിയതിന് ദേവമാതാവിനും തിരുക്കുമാരനും നന്ദി പറയുന്നു. പത്രോസ്ലീഹയുടെ 1 ലേഖനം 4:11 അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ദൈവം യേശുക്രിസ്തുവിലൂടെ മഹത്വപ്പെടട്ടെ. മഹത്വവും ആധിപത്യവും എന്നും എന്നേക്കും അവനുള്ളതാണ്. ആമേൻ. തിരുവചനം അരുളി ചെയ്യുന്നത് പോലെ തൻ്റെ ജീവിതത്തിൽ തനിക്ക് ഒരു ആ ജോലി തനിക്ക് കിട്ടുവാൻ ചാൻസ് ഇല്ലാത്ത അവസരത്തിലും ഇല്ലാത്ത കാര്യം, അതായത് നടക്കില്ലാത്ത കാര്യമാണ് നാം ഉടമ്പടിയിൽ വഹിക്കേണ്ടതെന്ന് കൂടെ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ പറയാറുണ്ട്. അപ്പോൾ ഒരിക്കലും നടക്കില്ലാത്ത കാര്യങ്ങൾ, അതും തനിക്ക് മാത്രമല്ല തൻ്റെ വൈഫിന് കൂടി ജോലി കിട്ടി. ആ ജോലിയിലൂടെ ഇന്ന് എങ്ങനെയാണ് തനിക്ക് മറ്റുള്ളവരെ കൂടുതൽ നന്മയായ രീതിയിൽ അവരെ പഠിപ്പിക്കുവാനുള്ള കാര്യങ്ങളൊക്കെ, അതും യൂത്തിനൊക്കെ പറഞ്ഞു കൊടുക്കുവാനുള്ള പല കാര്യങ്ങൾ തന്നെ കൊണ്ട് ദൈവം ചെയ്യിക്കുന്നു. പിന്നീട് തൻ്റെ മകൻ്റെ ജോലി, ഡ്രൈവിംഗ് ലൈസൻസ്, അങ്ങനെ തനിക്ക് തൻ്റെ 2ാമത്തെ സാക്ഷ്യം ഇവിടെ പറയുമ്പോൾ ദൈവം കൂടെ നടക്കുന്ന അനുഭവങ്ങൾ തനിക്കുണ്ട് എന്നുള്ളതാണ് ഈ മകൻ്റെ സാക്ഷ്യത്തിലൂടെ കൂടുതൽ വ്യക്തമാവുക. അങ്ങനെ
എല്ലാ കാര്യങ്ങളിലും ദൈവം യേശുക്രിസ്തുവിലൂടെ മഹത്വപ്പെടുവാൻ നമ്മുടെ ജീവിതത്തിലൂടെ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതിന് നമ്മുടെ ഉടമ്പടി ജീവിതം വഴി നമുക്കും സാധിക്കട്ടെ. കരങ്ങളടിച്ച് ദൈവത്തിരുനാമത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. എൻ്റെ പേര് സിബി. ഞാൻ വർക്ക് ചെയ്യുന്നത് തലശ്ശേരിയിലാണ്. എൻ്റെ വീട് മൂവാറ്റുപുഴയാണ്. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ എനിക്ക് രണ്ടാമത്തെ തവണയാണ് അവസരം ലഭിച്ചത്. അതിന് പരിശുദ്ധ അമ്മയ്ക്കും തിരുമാരനും 1000 നന്ദി. ഞാനൊരു ഓർത്തഡോക്സ് വിശ്വാസിയായ വ്യക്തിയാണ്. ഓരോരോ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് തോന്നും, ഇങ്ങനെയൊക്കെ സാധിക്കുമോ, ഇതൊക്കെ ഇതായിരിക്കും എന്നായിരുന്നു എൻ്റെ തോന്നലുകൾ. പക്ഷേ ആദ്യത്തെ പ്രാവശ്യം ഇവിടെ വന്ന് 2019 ഞാൻ ഉടമ്പടി എടുത്ത്, ഞാൻ വെച്ച നിയോഗമല്ല എങ്കിലും പലരും ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ വളരെ ബുദ്ധിമുട്ടുന്ന കാര്യം ഞങ്ങൾക്ക് സ്റ്റേറ്റിൽ സാലറിയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ആ സാലറിയുടെ സെൻട്രലിലോട്ടുള്ള സാലറിയുടെ പ്രോസസ്സിംഗ് ആയിട്ട് 11 വർഷമായിട്ട് നമുക്ക് സ്റ്റേറ്റിൻ്റെ സാലറി തൊട്ട് കൂടുകയില്ല, സെൻട്രലിൻ്റെ സാലറി കിട്ടണമില്ലാത്ത അവസ്ഥയായിരുന്നു. നമ്മുടെ കൂടെയുള്ള പലരും ഈ സാലറി എക്സ്പെക്റ്റ് ചെയ്ത് ലോൺ എടുക്കുകയും അതുകൊണ്ട് ലോൺ എടുത്ത് വീട് വെച്ചത് ആ കോൺട്രാക്റ്റ് തന്നെ തിരിച്ചെടുക്കുകയും ചെയ്ത ഒരു അവസ്ഥ ഉണ്ടായ സമയത്തായിരുന്നു ഞാനിവിടെ വന്നത്. അത് ഞാൻ നിയോഗം വെച്ചില്ലെങ്കിലും ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് ചെന്ന് കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയ സാലറി സെൻട്രൽ സാലറിയാണ് കിട്ടിയത്. കൂടാതെ എനിക്ക് പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. റീസെൻ്റ്ലി എൻ്റെ ചെവിയുടെ പുറകിൽ 8 പോലെ എന്തോ ഒന്ന് കടിച്ചു. അതിനുശേഷം അവിടെ കുരുക്കൾ പോലെ തരുമെന്ന് വരുന്നു. അത് ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലാണ്. അവിടെ തന്നെ ഡോക്ടറെ കാണിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഓയിൽമെൻറ്റ് പറഞ്ഞു. അത് ഞാൻ പുരട്ടി. അതിലെനിക്ക് ശമനമൊന്നും വന്നില്ല. അങ്ങനെ തരുക്കൾ പോലെ കൂടിക്കൂടി വന്നുകൊണ്ടിരുന്നു. അപ്പം ഞാൻ ഡെയിലി ഉടമ്പടി തൈലവും ഉപ്പും തേച്ച് പുരട്ടിക്കൊണ്ടിരുന്നു. ഇപ്പം അത് പൂർണ്ണമായി സുഖം പ്രാപിച്ചു. മറ്റൊരു കാര്യം, എൻ്റെ കുഞ്ഞുമോൻ പഠിക്കാൻ വളരെ മോശം. നല്ലപോലെ പഠിച്ചുകൊണ്ടിരുന്നായിരുന്നു മൂത്ത മകൻ. അവൻ ഈ കൊറോണ വന്നപ്പോൾ മൊബൈൽ അധികമായിട്ട് യൂസ് ചെയ്ത് പഠനത്തിലോട്ട് വളരെ പുറകോട്ട് പോയി. അവൻ BCom പാസ്സായി. കുഞ്ഞുമോൻ വളരെ മോശമാണ്. ഞാനും പഠിക്കാൻ മോശമായിരുന്നു. ദൈവകൃപ കൊണ്ട് മാത്രം പഠിച്ച് ഇതുവരെ എത്തിയതാണ്. അവൻ എൻജിനീയറിംഗ് പഠിക്കുന്നു. എല്ലാ സെമസ്റ്ററിലും അവന് സപ്ലി ഉണ്ട്. ഞാൻ നിയോഗമായിട്ട് വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 4th സെമ്മിൽ ഒരു സപ്ലി ഇല്ലാണ്ട് അവൻ പാസ്സായി. പിന്നെ ഒരു കാര്യം, എൻ്റെ തൊണ്ടയിൽ ഞാൻ ആകെ മീൻ ഇറച്ചിയൊക്കെ കഴിക്കുന്ന ആഴ്ചയിൽ 3-4 ദിവസമുള്ളൂ. ബാക്കി എല്ലാ ദിവസവും ഞാൻ വെജിറ്റബിളാണ് കഴിക്കണേ. അങ്ങനെ ഒരു ദിവസം ഡ്യൂട്ടിയുടെ ഇടയ്ക്കും ചോറുണ്ടപ്പം മുള്ള എൻ്റെ തൊണ്ടയിൽ പോയി. എനിക്ക് ഭയങ്കര അസ്വസ്ഥ തോന്നി. ഞാൻ തന്നെ കൈയിട്ടെടുക്കാനൊക്കെ നോക്കി, പക്ഷേ ഒരു പ്രയോജനം ഉണ്ടായില്ല. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫും ടോർച്ചൊക്കെ അടിച്ച് നോക്കി കിട്ടിയില്ല. എന്നിട്ട് ഞാൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്തു. ഡോക്ടർ നോക്കിയിട്ടും കുഴപ്പമില്ലൊന്നുമില്ല എന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഫീവറായി. അപ്പോൾ എനിക്ക് ആൻറ്റിബയോട്ടിക് തന്നു. ഞാൻ 5 ദിവസം ആൻറ്റിബയോട്ടിക് കഴിച്ചു. അതിനുശേഷം അത് കുറവ് വന്നില്ല. അപ്പോൾ ഒരു ബുദ്ധിമുട്ട് കുറഞ്ഞു എന്ന് മാത്രം. പക്ഷേ പനിയൊക്കെ മാറി. പിന്നെ എനിക്ക് ഒരു അസ്വസ്ഥതയുണ്ട്, തടയണ പോലെ തോന്നുന്നുണ്ട്. അങ്ങനെ ഇരുന്നപ്പോൾ എൻഡോസ്കോപ്പ് ചെയ്ത് നോക്കി. അതിലും കാണാൻ പറ്റിയില്ല ഡോക്ടർക്ക്. പിന്നെ ഒരു ദിവസം ഞാൻ ഫുഡ് കഴിക്കുന്നതിന് മുമ്പായിട്ട് എനിക്ക് ഭയങ്കര അസ്വസ്ഥത. ഞാൻ അല്പം ഉടമ്പടി ഉപ്പെടുത്ത് നാവിലിട്ട് പയ്യെ ഇറക്കിയിട്ട് ഞാൻ തന്നാലെ ഒരാർട്ടി, എന്ന് വെച്ചാൽ ഡ്രസ്സിങ്ങൊക്കെ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ആർട്ടി പോലത്തെ സാധനം തൊണ്ടയിട്ട് ഇട്ടിട്ട് ഞാൻ തന്നെ ആ മുള്ളെടുത്തു. എല്ലാവരും ആ മുള്ള് കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു. അത്ര വലിയ നീളമുള്ള മുള്ളായിരുന്നു. ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല. അത്ര വലിയ അത്ഭുതമായിരുന്നു അത്. പിന്നെ എൻ്റെ ചാച്ചൻ, 82 വയസ്സുണ്ട് ചാച്ചന് പണിയണ ഒരു ഹോബിയുള്ള ഒരു മനുഷ്യനാണ്. എപ്പോഴും പറമ്പിൽ പണിയും അങ്ങനെയായിട്ട് നടക്കണതുകൊണ്ട് നമുക്ക് ചാച്ചന് ചെറിയ അസ്വസ്ഥതകളുണ്ടെങ്കിലും നമ്മളോടത് പറയാറുമില്ല. ഒരു വായിൽ ചെറിയൊരു മുറിവുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പോഴാണ് മനസ്സിലായ വായിൽ ക്യാൻസറാണെന്ന്. ഇത്ര 82 വയസ്സുണ്ട്. അപ്പോൾ സർജറി ചെയ്യാനായിട്ട് ആരും തന്നെ വില്ലിങ് അല്ലായിരുന്നു. പക്ഷേ ചാച്ചന് വേറെ മെഡിക്കൽ പ്രോബ്ലംസ് ഒന്നും ഇല്ലാത്തത് കൊണ്ടും ചെറിയ ശ്വാസം മുട്ട് അങ്ങനെ പ്രശ്നമുണ്ട്. പക്ഷെ അത് വലിയ പ്രശ്നമാണെന്ന് നമുക്കും അറിയില്ലായിരുന്നു. എനിവേ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ റിസ്ക് വെച്ച് സർജറി ചെയ്തു. മുഖത്തായതുകൊണ്ട്, വായിൽ ക്യാൻസർ ആയതുകൊണ്ട് മുഖത്ത് ഫ്ലാപ്പൊക്കെ വേറെ തുടയെന്നൊക്കെ ഇറച്ചിയൊക്കെ എടുത്ത് വെച്ച് വേണം സർജറി ചെയ്യാനെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനൊരു ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് തുടയിലെ അല്ലെങ്കിൽ മറ്റുള്ളിടത്ത് മാംസമൊക്കെ എടുത്ത് വെച്ച് സർജറി ചെയ്താലും അത് എത്രമാത്രം നമ്മുടെ മുഖത്ത് തന്നെയാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുന്നത് നമുക്കറിയില്ല. ഞാൻ കണ്ടിട്ടുണ്ട് തീവ്രമായ അങ്ങനത്തെയുള്ള അവസ്ഥ കൊണ്ട് എനിക്കതിന് പേടിയായിരുന്നു. അന്ന് ചാച്ചന് സർജറി കയറ്റിയ ദിവസം ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ഉച്ചയായപ്പോൾ ഞാൻ നേരെ മെഡിക്കൽ ടെസ്റ്റിട്ടാണ് പോയത്. ദൈവ അനുഗ്രഹത്തെ ചാച്ചന് സർജറി ചെയ്തു. ഒരു കുഴപ്പമുണ്ടായില്ല. ഫ്ലാപ്പ് എടുത്ത് വെക്കേണ്ടതായിട്ട് വന്നില്ല. ചാച്ചന് ഇച്ചിരി ചബി കവളുള്ള ആൾ ചുണ്ടിക്കൂടിയതായിരുന്നെങ്കിലും അത് വലിച്ചു വെച്ച് സർജറി ചെയ്തു. ഇപ്പോൾ ചാച്ചന് യാതൊരു അബ്നോർമാലിറ്റി ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മാസത്തിൽ 3-4 പ്രാവശ്യമാണ് എൻ്റെ വീട്ടിൽ വരുന്നത്.
എൻ്റെ വീട്ടിലൊരാടുണ്ട്. ഞാനൊരു ആടിനെ അഴിച്ച് കെട്ടും പറമ്പിൽ, തീറ്റിക്കാറൊന്നുമില്ല. എൻ്റെ സമയം എനിക്കില്ല. എൻ്റെ വീട്ടിൽ സെർവൻസ് ഒന്നുമില്ല. ഞാൻ തന്നെയാണ് വരുമ്പോൾ വീട് ക്ലീൻ ചെയ്യണമൊക്കെ. അപ്പോൾ അന്നേ ദിവസം സൺഡേ ആയിരുന്നു. പള്ളിയിൽ പോയിട്ട് വന്ന് ഞാൻ വെറുതെ ആടിനെ അഴിച്ചു വിട്ടു. മഴയുണ്ട്, ചെറുതായിട്ട് പൊടിഞ്ഞു വന്നു. അപ്പോൾ ആടിന് നനയ്ക്കണ്ടല്ലോ, പ്രസവിക്കാറായ ആടാ. അപ്പോൾ ഞാൻ അതിനെ അഴിച്ചു വിട്ടിട്ട് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ ഒരു ചെറിയ മഴ പൊടിഞ്ഞപ്പോൾ ഇത് ഓടി വീട്ടിലോട്ട് വന്നു. അപ്പം ഞാൻ വീണ്ടും നമ്മുടെ പറമ്പിലോട്ട് കയറി പോന്നു. വീണ്ടും മുറ്റത്തിൻ്റെ അങ്ങോട്ട് വന്നു. ഞാൻ അപ്പം തന്നെ ഞങ്ങളുടെ കാർപോർച്ചിൻ്റെ ഒരു സൈഡിൽ നിന്നിട്ട് അവിടെ അതിനെ വീണ്ടും നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ അതങ്ങ് ഇറങ്ങിപ്പോയി, മഴ പൊടിച്ചിട്ട് മാറിയപ്പം അത് ഇറങ്ങിപ്പോയി. നോക്കിയപ്പോൾ ഒരു ചുമക്കണ ഒച്ച, എന്തോ ഒരാളോ എന്തോ അസ്വസ്ഥമായ ഒരു ഒച്ച ഞാൻ പറമ്പിൽ നിന്ന് കേൾക്കണം. പറമ്പിൽ റബ്ബർ വെട്ടിക്കളഞ്ഞതിൻ്റെ ചില്ലകൾ ഇങ്ങനെ കൂടി കിടക്കണോണ്ട് നമുക്ക് ആളെ വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല. പക്ഷേ ഒരു സൗണ്ട് മാത്രം കേൾക്കാം. മരിക്കാനുള്ള ഒരു ചുമ പോലത്തെ ഞാൻ ഞാൻ ചാച്ചനാന്ന് തോന്നിയിട്ട് പെട്ടെന്ന് വിളിച്ചു. ഒരു സൗണ്ട് പോലെ തോന്നിയോണ്ട് വിളിച്ച് കഴിഞ്ഞപ്പോൾ ചാച്ചൻ സംസാരിക്കണ കേൾക്കാൻ പാടില്ല. എനിക്ക് ആ പറമ്പേക്കടെ ചാടി കയറാൻ പറ്റില്ല. കാരണം മതിലും കയ്യാലയും പിന്നെ വിറകൊക്കെ കിടക്കണം. ഞാൻ പെട്ടെന്ന് ഞങ്ങളുടെ മുറ്റത്തോടെ വന്ന് റോട്ടിൽ കൂടി ഓടിച്ചെന്നപ്പോൾ ചാച്ചൻ ശരിക്കും ഞാനപ്പോൾ കണ്ടില്ലായിരുന്നെങ്കിൽ മരിച്ചേനായിരുന്നു. ദൈവം അനുഗ്രഹിച്ചാണ് ഈ മാതാവിൻ്റെ തിരുസന്നിധിയിൽ വന്ന് ദൈവമായിട്ട് കൂടുതൽ അടുത്തുകൊണ്ട് മാത്രമാണ് എനിക്ക് ചാച്ചനെ അന്ന് രക്ഷിക്കാൻ പറ്റിയത്. ഞാൻ ചെന്നപ്പോൾ ചാച്ചൻ മലവും പോയി മൂത്രവും പോയി വായിക്കടെ വെറും ഒരു സെക്രേഷൻസ് വന്ന ഒരു അവസ്ഥയിലായിരുന്നു. ചാച്ചനെ ഇരുത്താനായിട്ട് പറമ്പിലൊരു സ്ഥലമില്ല, കാരണം അപ്പടി ചുള്ളൽ കിടക്കുമായിരുന്നു. പിന്നെ ഒരു ഉണ്ടക്കല്ല് പോലത്തെ കല്ലിൽ ഞാൻ ഇരുത്തി. അപ്പോഴേക്കും എനിക്ക് ചാരി ഇരുത്തണം. ചാച്ചൻ അപ്പം തന്നെ പോവും. നമുക്ക് ആ വിറകിൻ്റെ ഇടയ്ക്കുന്ന പറമ്പിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വരാൻ പറ്റില്ല. പള്ളി കഴിഞ്ഞ് വന്ന് മക്കളും എൻ്റെ ഹസ്ബൻഡ് എൻ്റെ വീട്ടിലുണ്ട്, അനിയനും ഒക്കെ ഇതിലേക്ക് പോയായിരുന്നു. അപ്പോൾ എങ്ങനെ ഇറക്കിക്കൊണ്ട് വരുന്നുള്ള അവസ്ഥ. അപ്പോൾ ഈ ഹസ്ബൻഡിൻ്റെ പുറകെ ഓടി വന്ന് ചാരി ഇരുത്തി. അതിനുശേഷം ഞങ്ങൾ വീട്ടിൽ ചെന്ന് ആവി വലിക്കണ പഫ് പോലത്തെ ഇതുണ്ട്, 2 ടൈപ്പ് പഫ് എടുത്തുകൊണ്ട് വന്ന് വലിപ്പിച്ച്. അപ്പം ഞാൻ പെട്ടെന്ന് വീട്ടിൽ ചെന്ന് അമ്മയ്ക്ക് അലർജിയുടെ ഇഞ്ചക്ഷൻ എടുക്കണം. ലാസിക്സ് എന്ന് പറഞ്ഞ ഇഞ്ചക്ഷൻ, അലർജിയുടെ ഇഞ്ചക്ഷനും ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് മെഡിസിൻ ആൻറ്റിബയോട്ടിക് കഴിക്കുമ്പോൾ അലർജി ഉള്ളതുകൊണ്ട് ഞാൻ ഒരെണ്ണം വാങ്ങി വെച്ചതായിരുന്നു. അന്ന് അത് ഇരിപ്പുണ്ടോ നോക്കി ഓടി വന്ന് എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്കും പഫ് വലിച്ചപ്പോഴേ ചാച്ചൻ ഓക്കെ ആയി. ദൈവം അനുഗ്രഹിച്ച് ചാച്ചൻ സുഖമായിട്ട് വന്നു. കൂടാതെ ഈ ആട് തന്നെ കഴിഞ്ഞ ദിവസം പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ എന്തോ പ്രശ്നമായിട്ട് എൻ്റെ മൂത്ത മോന് ഇപ്പോൾ 23 വയസ്സുണ്ട്. അന്ന് മുതൽ ഞങ്ങളുടെ വീട്ടിൽ പാരമ്പര്യമായിട്ട് ഉള്ള ഒരു ആടാണ്. അതുകൊണ്ട് ഭയങ്കര അറ്റാച്ച്ഡാണ്. നമ്മുടെ വീട്ടിൽ ആരും നമ്മളിപ്പോൾ വരുമ്പോഴാണെങ്കിലും ഞാൻ ഈ മാസത്തിൽ 1-2 പ്രാവശ്യം വരുമ്പോൾ അത് കരയും. ഞാൻ ട്രെയിനിൽ കഴിക്കുന്ന പഴത്തിൻ്റെ തൊലി അതിന് കൊണ്ട് കൊടുക്കാറുണ്ട്. അതങ്ങനെ അത്ര ഇതായിട്ട് വളർത്തുന്ന ആടാണ്. ആട് പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ 2 കുഞ്ഞുങ്ങൾ. പിറ്റേ ദിവസം മുതൽ അതിന് തീറ്റ കഴിക്കില്ല, വെള്ളമൊന്നും കുടിക്കില്ല. മരിക്കാനായിട്ട് ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ മരിക്കുമെന്ന് പറഞ്ഞു. 3 ടൈപ്പ് ഹൈ ആൻറ്റിബയോട്ടിക് അതിന് ഇഞ്ചക്ഷൻ എടുത്തു, എന്നാലും മരിക്കുമെന്നാണ് പറഞ്ഞത്. ദൈവം ഞാൻ അവിടെ നിന്ന് അമ്മച്ചോട് പറഞ്ഞു, ഇച്ചിരി ഉപ്പും തൈലവും എടുത്ത് അതിന് കൊടുക്കുക അമ്മച്ചി, വെള്ളത്തിലും പറ്റ അതിൻ്റെ മേത്തേൽ തൂക്കുകയും ചെയ്യാൻ പറഞ്ഞു. ദൈവം അനുഗ്രഹിച്ച് അത് സുഖം പ്രാപിച്ചു. ഞങ്ങൾ അടുത്തുള്ള വീട്ടിൽ നിന്ന് പാല് വാങ്ങിച്ച് കുപ്പിയിലാണ് ആട്ടുകുഞ്ഞുങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പം ആ കുഞ്ഞുങ്ങൾക്ക് പാലുണ്ടായി. ഞാൻ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് വർക്ക് ചെയ്യണത്. സിക്കായ പല പിള്ളേരും പലപ്പോഴും സിക്കാവും കീമോ കഴിഞ്ഞ് കഴിയുമ്പോൾ. 14 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളുടെ വാർഡിലാണ്. ബ്ലഡ് ക്യാൻസറുള്ള കുട്ടികളാണ് കൂടുതലും. അവർക്ക് കീമോ കഴിഞ്ഞ് കഴിയുമ്പോൾ ഫുഡൊന്നും കഴിക്കാൻ പറ്റത്തില്ല. പിന്നെ അസ്വസ്ഥതയോടുകൂടി ഭയങ്കര നമുക്ക് കണ്ടിരിക്കാൻ പറ്റില്ലാത്തൊരിതായിരിക്കും. ആ സമയങ്ങളിൽ അവർ അന്യമതസ്ഥരായിരിക്കും. അവരെ സമ്മതത്തോടു കൂടി തന്നെ ഞാൻ അവർക്ക് നമ്മുടെ ഉടമ്പടി വസ്തുക്കളായ തൈലവും ഉപ്പും കൊടുത്തിട്ട് അവർക്ക് പലർക്കും അതിൽ നിന്ന് റിലീഫ് കിട്ടി. പലരും രോഗശാന്തി പോലും ലഭിച്ചു. അതിലൊരു ജുവൽ എന്ന് പറഞ്ഞ കുട്ടി ഫസ്റ്റ് AML എന്ന് പറഞ്ഞ കിമയാണ്. അവൾക്ക് ഭയങ്കര സിക്കായിപ്പോയി. അവളുടെ അമ്മ നേഴ്സാണ്. എങ്കിലും വളരെ ബുദ്ധിമുട്ടിയ അവസ്ഥയിൽ ഞാനിങ്ങനെ തൈലവും ഉപ്പും തേച്ച് ആ കുഞ്ഞ് സുഖം പ്രാപിച്ചു. ഇപ്പോൾ അവൾ ട്രാൻസ്പ്ലാന്റിൻ്റെ യൂണിറ്റിലാണ് ഉള്ളത്. ആ കീമോയുടെ സെക്ഷൻ എല്ലാം കഴിഞ്ഞു. അവൾക്ക് ഫസ്റ്റ് കീമോ പോലും റിക്കവർ ആയെന്ന് പറഞ്ഞ് അവൾ 5 കീമോയും കഴിഞ്ഞ് ഇപ്പോൾ BMT യൂണിറ്റിലാണുള്ളത്. അവരിവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പം സുഖമില്ലാതെ വരുന്ന ആ ഒരു അവസ്ഥയിൽ വരുന്നവർക്ക് പലർക്കും ഞാൻ കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്ത് തൈലവും ഉപ്പും കൊടുക്കുകയും ചെയ്യും. എല്ലാവരും താല്പര്യമുള്ളവർക്ക് ഞാൻ പറയും. അവർ തന്നെ ഇങ്ങോട്ട് വന്ന് ചോദിക്കും നമ്മളോട്. കൊന്തയും നമ്മുടെ കാശുരൂപവും കൊന്ത പുസ്തകവും എല്ലാം ഞാൻ ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് അവർക്ക് കൊടുക്കാറുണ്ട്. അവരെല്ലാം എന്തെങ്കിലും ഒരു ഇത് വരുമ്പോഴത്തേക്കും എന്നോട് പറയും, സിസ്റ്ററെ ഒന്ന് പ്രാർത്ഥിക്കണേ എന്ന് പറയും. എൻ്റെ കൂടെയുള്ള പല സ്റ്റാഫും ഞാൻ വന്നതിന് ശേഷം 19 ഞാൻ വന്നതിന് ശേഷം ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ട്. കൂടാതെ എൻ്റെ കൊലുസ് സ്വർണ്ണക്കൊലുസ എന്നെ കല്യാണം കഴിച്ചിട്ട് 23 അത് പറഞ്ഞ പോലെ ഞാൻ മാറി ഇട്ടുകൊണ്ട് കിടക്കണം. തേങ്ങ ഇടാനായിട്ട് ആൾ വന്ന് മരുന്നൊഴിക്കാൻ ആൾ വന്നപ്പോൾ ഒരു 2-3 ഏക്കർ സ്ഥലത്ത് അയിലയിലെ തെങ്ങ് വെക്കണം. ആ തെങ്ങിനൊക്കെ മരുന്നൊഴിക്കാൻ ആളുടെ കൂടെ നടന്നു. വൈകിട്ട് കുറച്ച് തേങ്ങ പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ തേങ്ങ കുത്താനായിട്ട് വാർക്കപ്പുറത്ത് ഇരുന്നപ്പോഴാണ്
ചുരിദാറിൻ്റെ പാൻറ്റ് കാരണം നമ്മൾ കൊലുസ് ശ്രദ്ധിക്കണില്ല. നോക്കി കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡിനോട് ചോദിച്ചിട്ട് നിൻ്റെ കാലയിലെ കൊലുസ് സന്ധിക്കരിക്കലായി, വീട്ടിൽ പണിക്കാരും ഉണ്ട് അന്നേ സമയം. ഞാൻ നോക്കിയപ്പോൾ കണ്ടില്ല. പെട്ടെന്ന് തന്നെ നമ്മൾ മുറ്റത്തോടെയൊക്കെ നോക്കി, രാത്രിയായ സന്ധ്യയായില്ല. അപ്പോൾ ഈ പറമ്പിൽ കൂടെ ഒന്നും പോകാനും പറ്റില്ലല്ലോ. പക്ഷെ ഞങ്ങൾ പറ്റുന്ന ഇടത്തോടെയൊക്കെ നോക്കി, കണ്ടില്ല. പിന്നെ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു തലേദിവസം ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു, അവിടെ പോയില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അവിടെ പോയിട്ടില്ല, ഇങ്ങനെ ഇവിടെയാണ് പോകാൻ ചാൻസ് ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കൊമ്പുകളൊക്കെ വെട്ടിക്കിടക്കണതിൻ്റെ അതിൻ്റെ ഉള്ളിൽ ഉടക്കിപ്പോയെന്ന് എൻ്റെ മനസ്സിങ്ങനെ പറയുന്നുണ്ട്. പിന്നെ എൻ്റെ ബ്രദർ ക്യാമറ നോക്കിയിട്ട് പറഞ്ഞു കാലേ കൊലുസുണ്ട്, നീ പറമ്പിലോട്ട് പോണേടം വരെ കൊലുസുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രാത്രി കിടന്നുറങ്ങി. രാത്രിയിൽ ഞാൻ മാതാവിനെ വിശ്വസിച്ച് പ്രാർത്ഥിച്ച്, മാതാവേ എൻ്റെ കൊലുസ് നഷ്ടപ്പെടുത്തി കളയല്ലേ എന്ന് പ്രാർത്ഥിച്ച്. എനിക്ക് ഇന്ന പറമ്പിലാണ്, 3 പറമ്പിലായിട്ട് മരുന്നൊഴിച്ച്, ഇന്ന പറമ്പിലാണെന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്നു. അന്ന് എൻ്റെ ബ്രദർ UK പോകും, 11:30 ആകുമ്പോൾ അവൻ പോകും. രാവിലെ തന്നെ ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ മോനും കൂടെ നമ്മുടെ പറമ്പിൽ പോയി. തപ്പണതിന് മുമ്പായിട്ട് ഞാൻ അല്പം ഉപ്പ് അവിടെ ഇട്ട് പ്രാർത്ഥിച്ചു. ഞങ്ങൾ 3 തൊട്ടിയിട്ട് പോയി. ഞങ്ങൾക്ക് സമയമില്ല ഒത്തിരി തപ്പാനായിട്ട്, കാരണം ബ്രദറിനെ കൊണ്ടുവരണം എൻ്റെ ഹസ്ബൻഡ് എന്ന് എടുക്കും. ഒരു കൊമ്പയെ കൊളുത്തി തൂങ്ങിക്കിടക്കണം ആ കൊലുസ്. അതും ഇത്രയും പറമ്പുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, അത്രയും പറമ്പിക്കിടെ നടന്നതാണ്. എന്നിട്ട് ആ ചെന്ന വഴി ആ കൊലുസ് കണ്ടു കിട്ടി തന്ന് മാതാവിൻ്റെ ഒറ്റ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ ഹോസ്റ്റലിലാണ് താമസിക്കുന്ന വർഷങ്ങളായിട്ട്, 10-20 സംതിങ് വർഷം. അങ്ങനെ എനിക്ക് വയറുവേദന വന്നു. അപ്പോൾ ഇനി മസാലയുള്ള ഫുഡൊക്കെ അവോയ്ഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഹോസ്റ്റലിൽ നിന്ന് മാറി ഒരു ഫ്ലാറ്റ് എടുക്കാമെന്ന് വെച്ചപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ തന്നെ താമസിക്കും. എൻ്റെ ഫാമിലി നാട്ടിൽ എറണാകുളത്ത്, ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്ന എറണാകുളത്താണ്. അപ്പോൾ ഒരു നല്ല ഫ്ലാറ്റ്, സേഫായ ഫ്ലാറ്റ് കിട്ടണം, അടുത്ത് തന്നെ കിട്ടണം. അങ്ങനെ പ്രാർത്ഥിച്ചു. നമുക്ക് അവിടെ ഒരു ഫ്ലാറ്റ് ഉണ്ടായിരുന്നു. അവിടെ ഒരിക്കലും അങ്ങനെ വന്നവരാരും ഫ്ലാറ്റിൽ നിന്ന് അങ്ങനെ പോവാറില്ല. ഞാൻ അമ്മയോട് ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ആ ഫ്ലാറ്റ് കിട്ടി. നല്ല സേഫാണ്. ഞങ്ങൾ 2 പെണ്ണുങ്ങളാണ് ഉള്ളുവെങ്കിലും നമ്മുടെ കൂടെയുള്ള സ്റ്റാഫ് തന്നെ വർക്ക് ചെയ്യണമെങ്കിലും നമുക്ക് അങ്ങൊരു ശല്യം, അങ്ങനെ ടൗണിൽ തന്നെയാണ്, ഒരു ശല്യവും ഇല്ല. ക്യാമറയൊക്കെ അങ്ങനെയുള്ള ഒരു ഫ്ലാറ്റാണ് കിട്ടിയിരിക്കുന്നത്. എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഇവിടെ പറഞ്ഞ് മണിക്കൂറുകൾ പറഞ്ഞാലും തീരില്ല. അത്രയധികം അനുഗ്രഹങ്ങൾ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ചെയ്യുന്ന പുണ്യപ്രവൃത്തികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് കിട്ടുന്ന 3 കെട്ട് പേപ്പറാണ് നമുക്ക് വാങ്ങേണ്ടത്. പക്ഷേ ഞാൻ 4-5 കെട്ട് പേപ്പർ വാങ്ങിക്കൊണ്ട് പോയി തലശ്ശേരിക്കടെ ഞാൻ പോണ ട്രെയിനിലും റെയിൽവേ സ്റ്റേഷനിൽ വഴിക്ക് എല്ലാവർക്കും കൊടുക്കും. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യുന്ന പിള്ളേർക്ക് ഫുഡൊന്നും ഇറക്കാൻ പറ്റില്ല, വളരെ വേദനയൊക്കെ ആയിരിക്കും. അപ്പോൾ ഹോസ്പിറ്റലിൽ ക്യാൻറ്റീനിൽ കഞ്ഞി കിട്ടും. ഇത് ഇത്രയും പേർക്ക് കിട്ടുന്ന കഞ്ഞി ആയതുകൊണ്ട് അതിന് വലിയ ടേസ്റ്റൊന്നും ഉണ്ടാകത്തില്ല. ഞാനപ്പം കുക്കറിലിട്ട് ചെറുപയറും കഞ്ഞിയും കൂടെയൊക്കെ വേവിച്ചിട്ട് അവർക്ക് ചൂടോടെ കൊണ്ട് കൊടുക്കും. അപ്പോൾ ഒരു വലിയ പാത്രത്തിൽ കൊണ്ടുപോയി എല്ലാവരും ഷെയർ ചെയ്തെടുക്കും. അങ്ങനെ എനിക്ക് കഞ്ഞി സിസ്റ്റർ എന്നൊരു പേരും കൂടെ അവിടെ വന്നു. സങ്കീർത്തനം 34:6 ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു, എല്ലാ കഷ്ടതകളിൽ നിന്ന് അവിടുന്ന് രക്ഷിക്കുകയും ചെയ്തു. ചേച്ചി പറഞ്ഞത് തൊണ്ടയിൽ മുള്ളു കയറിയ സമയത്ത് അത് എൻഡോസ്കോപ്പി വരെ ചെയ്തിട്ടും അത് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചില്ല. എന്നാൽ അസ്വസ്ഥതയുണ്ട് താനും. ആ സമയത്ത് ഈ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ചേച്ചി തന്നെ അത് എടുത്തു എന്നാണ് പറയുന്നത്. കഷ്ടതയുടെ സമയത്ത് മറ്റാർക്കും നമ്മൾക്ക് സഹായം ചെയ്യാൻ പറ്റാത്ത സമയത്തും ദൈവം നമ്മളെ സഹായിക്കുന്നുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ നമ്മളെ അറിയുന്നത് ദൈവം തന്നെയാണ്. നമ്മൾ കർത്താവിൻ്റെ വചനമനുസരിച്ചാണ് ഉടമ്പടിയിൽ ജീവിക്കുന്നത്. ഇവിടെ നേർച്ച വസ്തുക്കൾ പ്രയോഗിക്കുന്നതെല്ലാം കർത്താവിൻ്റെ നാമത്തിലാണ്. അതുകൊണ്ടാണ് മരുന്നുകൊണ്ട് കിട്ടാത്തതുപോലും മരുന്നുകൊണ്ട് മാറാത്തതുപോലും നമ്മൾ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ മാറിപ്പോകുന്നത്. പരിശുദ്ധ അമ്മയിലൂടെ ദൈവം ഈ സഹോദരിക്കും കുടുംബത്തിനും നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന.